പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷെയ്. ഇന്ന് ഒരു പുതിയ ആളുകൂടി പത്രവാർത്താസിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, സൂര്യ. അപ്പോൾ സൂര്യയുടെ ആദ്യത്തെ എപ്പിസോഡാണ്. അപ്പോൾ സൂര്യ, വെൽക്കം. ഓക്കെ, ഇന്നത്തെ പ്രധാന പത്രവാർത്തകളിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് അംബേദ്കറുടെ ചരമവാർഷിക ദിനം, 68ാം ചരമവാർഷിക ദിനം. അതെ, നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ സാഹിബിന്റെ 68ാമത് സ്മൃതി ദിനമാണ് ഇന്ന്. അതുകൊണ്ട് എന്തുകൊണ്ടും ഇന്നത്തെ ദിവസം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള വലിയ വലിയ ഫീച്ചറുകൾ ഓരോ പത്രങ്ങളിലും ഉണ്ട്. നമുക്ക് ഇന്ത്യക്കാർക്ക് എത്രത്തോളം അധികം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അറിയാത്തവരുണ്ടെങ്കിൽ അത് പുതിയ തലമുറയിൽ ആരെങ്കിലൊക്കെ ആയിരിക്കും, എന്താ പറയുക, പക്ഷെ അക്ഷരാഭ്യാസമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ്. സ്കൂളിൽ പഠിക്കാനുണ്ട്, തീർച്ചയായിട്ടും ക്ലാസ്സുകളിൽ 8ഓ 9ഓ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിലുണ്ട്. അദ്ദേഹം വളർന്നു വന്ന ഒരു ജീവിത സാഹചര്യം, പഠിക്കാൻ എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ജാതിയുടെ വിവേചനം, അതിനെ കുറിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ പഠനത്തോടൊപ്പം തന്നെ നമുക്ക് അദ്ദേഹത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോ BR അംബേദ്കർ എന്നുള്ളത് ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞാൽ, കുട്ടിക്കാലം മുതലേ പഠിക്കാനും എല്ലാം ഉള്ള ഒരു വിഷയമാണ് BR അംബേദ്കർ. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന, നമ്മുടെ നിയമങ്ങൾ എല്ലാത്തിനും അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് ഇപ്പോഴും ഉണ്ട്. നമ്മൾ എന്ത് പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ പാർലമെന്റിലാണെങ്കിലൊക്കെ ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തിന്റെ ആ ഭരണഘടന പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് പലപ്പോഴും പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അദ്ദേഹം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് മനോരമയും ദേശാഭിമാനിയും എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. അതെ, എല്ലാ പത്രങ്ങളിലും അതൊരു ഫീച്ചറായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ചിട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഭരണഘടനയുടെ വഴികാട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും ഗാന്ധി അടക്കമുള്ള നേതാക്കളോടുമുള്ള വിയോജിപ്പുകൾ അദ്ദേഹം മറച്ചു വെച്ചിട്ടില്ല. അതായത് ഭരിക്കുന്ന പാർട്ടി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാട് എല്ലാ കാലത്തും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വ്യത്യസ്തനാവുന്നത്. മഹാത്മാഗാന്ധിയോട് അടക്കമുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം. കാരണം അന്നത്തെ കാലത്ത് മഹാത്മാഗാന്ധിയിലൊന്നും ഒരു നെഗറ്റീവ് പോലും ഒരാളും പറയാൻ പറ്റാത്തൊരു കാലമാണ്. ആ കാലത്താണ് തൻ്റെ വിയോജിപ്പുകൾ, അതിപ്പോ അദ്ദേഹത്തിന്റെ ജനതയെ വിട്ടുകൊടുക്കാത്തതിലായാലും എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആർക്കു മുന്നിലും വഴങ്ങിക്കൊടുക്കാത്ത ഒരു ധീരനായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനായിരുന്നു, അല്ലെ? പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം വിദേശത്ത് പഠിച്ച ഒരാളാണ്. വിദേശത്ത് പഠിക്കാൻ അവസരം ഒരുക്കിയതും ബറോഡ മഹാരാജാവാണ്. US കൊളംബിയ സർവകലാശാല, UK ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് തുടങ്ങിയ എണ്ണം പറഞ്ഞ സ്ഥാപനങ്ങളിൽ പഠിച്ചു. പൊളിറ്റിക്സിലും ഇക്കണോമിക്സിലും നിയമത്തിലുമെല്ലാം അഗാധമായ അറിവും ഒപ്പം ബിരുദങ്ങളും നേടി. ബെർട്രാൻഡ് റസലിനെയും എഡ്മണ്ട് ബെർക്കിനെയും ജോൺ സ്റ്റുവർട്ട് മില്ലിനെയും പോലുള്ളവരെ അവരുടെയൊക്കെ ആശയങ്ങൾ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ജാതിപരമായ ചില മുന്നേറ്റങ്ങളിലാണ്. ഇന്ത്യയിൽ മടങ്ങിയെത്തിയ അംബേദ്കറെ ബറോഡയുടെ ധനകാര്യമന്ത്രിയാക്കാൻ രാജാവ് ആഗ്രഹിച്ചിരുന്നെങ്കിലും ആദ്യപടിയായി മിലിറ്ററി സെക്രട്ടറിയുടെ ചുമതലയാണ് ഏൽപ്പിച്ചത്. ജാതി വ്യവസ്ഥയുടെ ഭീകരത അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ചു. ജാതിഗണനയിൽ മുകളിലുള്ള കീഴുദ്യോഗസ്ഥർ ഔദ്യോഗിക രേഖകളും മറ്റും അംബേദ്കറുടെ ഡെസ്കിലേക്ക് വലിച്ചെറിയുകയായിരുന്നു പതിവ്. ഉന്നത വിദ്യാഭ്യാസം കൊണ്ട് ജാതിയെ നിർമൂലനം ചെയ്യാനാകില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ബോംബെയിൽ തിരക്കിട്ട അഭിഭാഷക വൃത്തിക്കൊപ്പം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ദളിതരെ സംഘടിപ്പിക്കുക, അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുക, ഇതെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അവരുടെ ഉന്നമനമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം. ബഹിഷ്കൃത ഹിതകാരിണി സഭയെന്ന സംഘടന സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. അതുകൊണ്ട് ഇന്ന് കിട്ടുന്ന എല്ലാ സംവരണങ്ങൾക്ക് പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കൈയാണ് ഡോക്ടർ BR അംബേദ്കർ. ഒരു തലമുറ അല്ലെങ്കിൽ ഒരു ജനറേഷൻ, ഇനി വരുന്ന ഒരുപാട് ജനറേഷനുകൾ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു, അല്ലെ? അദ്ദേഹത്തിന്റെ ഓരോരോ കാര്യങ്ങളും ഇന്നും പഠന വിഷയമാക്കേണ്ടത് തന്നെയാണ്. ഇന്നും അദ്ദേഹം ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നതിന്റെ കാരണവും അദ്ദേഹത്തിന്റെ ഈ മഹത്വമാണ്. അങ്ങനെ അടുത്തൊരു സുപ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ മൊത്തം കലാപഭൂമിയാക്കാൻ ശേഷിയുള്ള
ശേഷി ഉണ്ടായിരുന്ന ഒരു സംഭവമുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയോ ഒരു വലിയ കലാപത്തിലേക്കൊന്നും പോയില്ല, അല്ലെങ്കിൽ ഇന്ത്യ ഒരു യുദ്ധഭൂമിയായി മാറിയാനെ. ഞാൻ പറഞ്ഞു വരുന്നത് ബാബറി മസ്ജിദിനെ കുറിച്ചാണ്. പക്ഷെ ആ ഒരു സമയത്ത് എല്ലാവരുടെയും ചർച്ചാ വിഷയം ഇപ്പൊ എന്തേലും സംഭവിക്കും എന്നൊരു മട്ട് വന്ന ഒരു കേസ്. അതെ അതെ അതെ. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ തമ്മിൽ തല്ലി അത്രത്തോളം ഗുരുതരമാകേണ്ടിയിരുന്ന ഒരു പ്രശ്നം എന്തൊക്കെയോ ഭാഗ്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ആയെങ്കിലും പോയത്. ഇപ്പോഴും ഇന്ത്യയുടെ നിലവിലെ സാഹചര്യത്തിൽ ഓരോരോ ബാബറി മസ്ജിദ് പോലുള്ള കാര്യങ്ങളൊക്കെ പൊന്തി വരുമ്പോൾ ഉള്ളിൽ ഭീതിയാണ്. കാരണം മതേതരത്വത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ സമൂഹത്തിൽ ഇത്തരം മതപരമായ ഓരോരോ കാര്യങ്ങൾ എടുത്തിട്ട് അത് പിന്നെ ഒരു പ്രശ്നമാക്കി മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തരിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോകാൻ വളരെ സാധ്യതയുള്ള ഒരു രാജ്യവും ഒരു പരിതസ്ഥിതിയുമാണ് നമ്മുടേത്. അപ്പോൾ ബാബറി മസ്ജിദിന്റെ ധ്വംസനം ഇന്ത്യയുടെ ഒരു മുറിവ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു ജനതയുടെ ഒരു വികാരത്തെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ തച്ചു തകർത്തുകൊണ്ട് മറ്റു വിശ്വാസികൾ കടന്നു വരികയും അത് അവരുടെയാണെന്ന് അവകാശപ്പെടുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോരിലേക്ക് പോയി അത് പിന്നെ കോടതിയിലേക്ക് പോലും പോയിട്ടാണ് ഒരു വിധി വരുന്നത്. ആ വിധിയിൽ പോലും ഭൂരിഭാഗം ജനങ്ങളും തൃപ്തരല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ദേശാഭിമാനി തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ചതിയുടെ 32 വർഷം എന്ന നിലയിലാണ്. കോൺഗ്രസിന്റെ പിടിപ്പുകേട് മുതലാക്കി സംഘപരിവാറുകാർ അയോധ്യയിലെ ബാബറി മസ്ജിദ് തച്ചു തകർത്തത് 1992 ഡിസംബർ 6 എന്ന രീതിക്കാണ് ദേശാഭിമാനി ഈ ഒരു വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ എന്ന മതനിരപേക്ഷ രാഷ്ട്രത്തിന്റെ ഹൃദയത്തിലേറ്റ ഏറ്റവും വലിയ മുറിവിന് ഇന്ന് വെള്ളിയാഴ്ച 32 വർഷം തികയുന്നു. 1992 ഡിസംബർ 6 സംഘപരിവാറുകാർ അയോധ്യയിലെ ബാബറി മസ്ജിദ് തച്ചു തകർത്തത്. ഇതിന് BJPയും കോൺഗ്രസും തുല്യ ഉത്തരവാദികളാണ്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 1986 പൂജ നടത്താൻ മസ്ജിദ് തുറന്നു കൊടുത്തു. 1989 ശിലാന്യാസം നടത്താൻ BHPക്ക് അനുമതി നൽകി. 1989 തെരഞ്ഞെടുപ്പ് പ്രചാരണം കോൺഗ്രസ് ആരംഭിച്ചതും അയോധ്യയിൽ നിന്നാണ്. ഇതുകൊണ്ടൊന്നും ബൊഫേഴ്സ് അഴിമതി കേസിൽ ആഘാതം ചെറുതാക്കാൻ രാജീവിന് കഴിഞ്ഞില്ല. അധികാരത്തിൽ വന്ന VP സിംഗ് സർക്കാർ മസ്ജിദ് സംരക്ഷിക്കാനും സമീപം അമ്പലം പണിയാനുമുള്ള ഓർഡിനൻസ് കൊണ്ടുവന്നു. കോൺഗ്രസും BJPയും എതിർത്തതിനാൽ ശ്രമം വിജയിച്ചില്ല. തർക്കം പരിഹരിക്കാൻ രാജീവിന് അവസരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അക്കാലത്ത് ആഭ്യന്തര സെക്രട്ടറിയായിരുന്ന മാധവ് ഗോഡ്ബോളെ എഴുതിയ രാം മന്ദിർ ബാബറി മസ്ജിദ് ഡിലേമ ആൻഡ് ആസിഡ് ടെസ്റ്റ് ഫോർ ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകത്തിൽ വിശദീകരിക്കുന്നു. ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി അംഗം സയ്യിദ് ഷഹാബുദ്ദീനും കരൺ സിംഗും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ചെവി കൊടുക്കാനും രാജീവ് തയ്യാറായില്ല. അതുകൊണ്ട് കോൺഗ്രസിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിയാണ് ദേശാഭിമാനി ബാബറി മസ്ജിദിന്റെ 32 വർഷങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കലാപ ഭൂമിയായി നമ്മുടെ ഇന്ത്യ മാറി. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന ഒരു സമയമാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിട്ടും ഭീതിയോടെയാണ് നോക്കിക്കണ്ടത്. കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ചെറിയ തീപ്പൊരി വീണാൽ പ്രശ്നമാകുന്ന ഒരു ഗുരുതര സാഹചര്യമായിരുന്നു. ഹിന്ദു സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് പോയിരുന്ന സാഹചര്യത്തിൽ നിന്ന് വേറിട്ട് രണ്ടുപേരും ശത്രുക്കളെ പോലെ മുഖാമുഖം നോക്കിയ സമയങ്ങൾ, അത്തരത്തിലുള്ള സമയങ്ങളൊന്നും ഇനി ഉണ്ടാകാതിരിക്കട്ടെ, അല്ലേ? അപ്പോ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ദേശാഭിമാനിയിലുണ്ട്. അതൊരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയിൽ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിലും വളരെ ക്യൂരിയസ് ആയിട്ട് തോന്നുന്നുണ്ട്. MV നികേഷ് കുമാറിന്റെ ഒരു ഫീച്ചർ ദേശാഭിമാനിയിൽ ബാബറി മസ്ജിദിനെ കുറിച്ച് വന്നിട്ടുണ്ട്. ബാബറി മസ്ജിദ് ധ്വംസനം ഇന്ത്യയുടെ മുറിവ് എന്ന തലക്കെട്ടോടെയാണ് മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്ന, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമായി, അതായത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ സജീവ പ്രവർത്തകനായി മുന്നോട്ട് പോകുന്ന MV നികേഷ് കുമാർ ദേശാഭിമാനിയിൽ ഒരു ഫീച്ചർ എഴുതിയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ദേശാഭിമാനിയിൽ ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ പേജിൽ MV നികേഷ് കുമാറിന്റെ ഫീച്ചറുകൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് ഫീച്ചറുകൾ അദ്ദേഹം ദേശാഭിമാനിയിൽ ചെയ്യും എന്ന് തോന്നുന്നുണ്ട്. അപ്പോ MV നികേഷ് കുമാർ എഴുതിയിരിക്കുന്നത്, മതനിരപേക്ഷ അടിത്തറ തോണ്ടിയാണ് 1992 ഡിസംബർ 6 ഹിന്ദുത്വ സംഘടനകൾ ബാബറി മസ്ജിദ് തകർത്തത്. 1949 മുതൽ 92 വരെയുള്ള കോൺഗ്രസ് സർക്കാരുകളുടെ മൗനാനുവാദത്തിൽ ബാബറി പള്ളി ഒരു തർക്ക പ്രശ്നമായി മാറി.
1984 രാജീവ് ഗാന്ധി രാമജന്മഭൂമി എന്ന ആശയം രാഷ്ട്രീയ നേതൃത്വത്തിന് ഉപയോഗിച്ചു. മയങ്ങിയ BJP പിന്നീട് അയോധ്യ ഭൂമി പ്രശ്നം തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള കുറുക്കുവഴിയായി തെരഞ്ഞെടുത്തു. അദ്വാനിയുടെ രഥചക്രങ്ങൾ 100 കണക്കിന് ആളുകളുടെ ജീവനെടുത്തു. PV നരസിംഹറാവുവിന്റെ കോൺഗ്രസ് സർക്കാർ നോക്കി നിൽക്കെ RSSന്റെ കാർമ്മികത്വത്തിൽ ബാബറി മസ്ജിദ് തകർത്തു. 2 പതിറ്റാണ്ടിന് ശേഷം LK അദ്വാനിയുടെയും നരേന്ദ്രമോദിയുടെയും ഹിന്ദുത്വ രാഷ്ട്രീയം വിശ്വരൂപം കാട്ടിയപ്പോൾ പള്ളി പൊളിക്കലും വംശഹത്യയും 2014 മുതൽ തീവ്രമാക്കി. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വം RSS ആശയം ദൃഢമാക്കി. രണ്ടിനെയും മാധ്യമങ്ങൾ ചാണകതന്ത്രമെന്ന ഓമന പേരിട്ട് വിളിച്ച് ജനത്തെ കളിയാക്കി എന്ന തരത്തിൽ വളരെ തീക്ഷ്ണവും വളരെ രൂക്ഷവുമായ വിമർശനങ്ങളാണ് MV നികേഷ് കുമാർ ദേശാഭിമാനിയുടെ എത്രാമത്തെ പേജിലാണ്, 5ാമത്തെ പേജിൽ എഴുതിയിരിക്കുന്നത്. ഭയങ്കര ക്രിസ്പും എനിക്ക് ക്ലിയറും ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ MV നികേഷ് കുമാർ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ദേശാഭിമാനിയിൽ പരോക്ഷമായി അല്ലെങ്കിൽ പ്രത്യക്ഷമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്താൻ ഏത് വിധേനയും അദ്ദേഹം മുന്നോട്ട് പോകുമെന്നൊരു സൂചന കൂടിയാണിത്. അടുത്ത ഇലക്ഷനിലൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കാം. എന്തായാലും രാജ്യം ഇന്ന് ആശങ്കപ്പെടുന്നത് ബാബറി മസ്ജിദിന്റെ പേരിൽ മാത്രമല്ല, കുറഞ്ഞത് 10 ബാബറി മസ്ജിദുകളെങ്കിലും സൃഷ്ടിക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചനയെ കുറിച്ച് ഓർത്തുകൂടിയാണ് എന്ന് നികേഷ് കുമാർ സൂചിപ്പിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്ര നിർമ്മാണവും പ്രാണപ്രതിഷ്ഠയും തരംഗം സൃഷ്ടിക്കുമെന്നാണ് BJP കരുതിയത്. 400-ലധികം സീറ്റ് ആഗ്രഹിച്ചു. 303 നിന്ന് 240 കൂപ്പുകുത്തി. അവസരവാദികളുടെ താങ്ങിൽ കൂട്ടുകൃഷി മന്ത്രിസഭ നയിച്ച BJP ഞാൻ വാപ്പി മുതൽ അജ്മീർ വരെ പുതിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തേടി ഇറങ്ങിയിരിക്കുകയാണെന്ന സൂചനയും MV നികേഷ് കുമാർ തരുന്നുണ്ട്. അങ്ങനെ ബാബറി മസ്ജിദും BR അംബേദ്കറും വളരെ സുപ്രധാനമായി വന്ന ഒരു ദിവസമാണെന്ന് അല്ലെ. അതിനിടയിൽ സഭയില് രോഷം. എന്താണ് സൂര്യ നടക്കുന്നത്? എന്തൊക്കെയോ എന്താ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? അതെ അതെ തീർച്ചയായിട്ടും. അപ്പോ അദാനിയുടെ സ്റ്റിക്കർ പതിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ധർണ നടത്തിയിരിക്കുന്നത്. അതെ, അതില് പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പങ്കെടുത്തു. അദാനി മോദി ബന്ധമാണ് മെയിൻ ആയിട്ടുള്ള ചർച്ചാ വിഷയം മാറിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഉറ്റ സുഹൃത്തായ വ്യവസായി ഗൗതം അദാനിക്കും അനന്തരവനും എതിരായ കോഴ ആരോപണത്തിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ വ്യാഴാഴ്ചയും പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഒരുപാട് ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി അദാനിയുടെ സ്റ്റിക്കർ രാഹുൽ ഗാന്ധിയുടെ പുറകിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന, അതും അദാനിയും മോദിയും ഒന്നാണ്, അദാനി സേഫ് ആണ് എന്നെഴുതിയ സ്റ്റിക്കറാണ്. അതെ അതെ, അദാനിയും മോദിയും ഒന്ന്, രണ്ടല്ല ഒന്ന്. അതുകൊണ്ട് ആര് സേഫ് ആണെന്ന്? അദാനി സേഫ് ആണ്. അദാനി സേഫ് ആണ്. എന്തൊക്കെ കേസ് വന്നാലും, അതിപ്പോ അമേരിക്ക ഇട്ടാലും ഇനി ഇന്ത്യയിൽ തന്നെ കേസ് പൊന്തി വന്നാലും അദാനി സേഫ് ആണ്, BJP ഭരണത്തിന്റെ കീഴിൽ എന്നുള്ള ഒരു ആക്ഷേപഹാസ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളും ഉണ്ട്. കാരണം തിരുവനന്തപുരം വിമാനത്താവളം പോലും അതിന്റെ ഒരു അവകാശം പോലും അദാനിക്ക് കൊടുത്തില്ലയോ? അതെല്ലാം അദാനിക്ക് തീരെഴുതി കൊടുക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അതെ, പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം പക്ഷെ എത്രത്തോളം കാര്യക്ഷമമായ രീതിയിൽ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നറിയില്ല. കാരണം അദാനിയെ വിട്ടുകൊടുക്കാൻ മോദി തയ്യാറാവുമോ എന്നുള്ളത് ഒരു സുപ്രധാന ചോദ്യമാണ്. കാരണം അദാനി ശരിക്കും ഇന്ത്യയുടെ തന്നെ ഒരു മൊത്തക്കച്ചവട രീതിയിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വിഴിഞ്ഞാണെങ്കിലും കേരളത്തിന് തന്നെ വിഴിഞ്ഞം പദ്ധതി, മിക്ക പദ്ധതികളിലും അദാനി ഗ്രൂപ്പിന്റെ ഒരു പങ്ക് ഒരിക്കലും മാറ്റിയെടുത്താൻ. അത് അദാനി ഗ്രൂപ്പ് പിൻവാങ്ങി കഴിഞ്ഞാൽ ഇവിടെ പല മേഖലകളും പ്രതിസന്ധിയിലാവും എന്ന തരത്തിലാണ് പോകുന്നത്. ഒരു കാലത്ത് അംബാനിയായിരുന്നു, അംബാനി മോദി തമ്മിലുള്ളൊരു സഖ്യം. ഇപ്പൊ അദാനി മോദി എന്നുള്ളൊരു കൂട്ടുകെട്ടിനെയാണ് പ്രതിപക്ഷം കൂടുതൽ വിമർശിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി അദാനിക്കോ അംബാനിക്കോ കീഴ്പ്പെടാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒരു ശുഭപ്രതീക്ഷയാണ് ഇന്ത്യക്ക്. കോർപ്പറേറ്റ് ഭീമന്മാരുടെ എന്താ പറയാ സഖ്യം പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൂട്ടുപിടിച്ചുകൊണ്ടോ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാതെ ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ വ്യക്തമായ ഒരു സ്വതന്ത്ര നിലപാടോടുകൂടി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത് വളരെ ശുഭപ്രതീക്ഷയാണ്. അതുകൊണ്ട് ലോക്സഭ സ്തംഭിച്ചു. ഇന്ത്യയെ വിഘടിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന വിദേശ ശക്തികളുമായി കോൺഗ്രസ് ഗൂഢാലോചന നടത്തുകയാണെന്ന BJP ആരോപണത്തെ ചൊല്ലിയുള്ള ബഹളത്തിൽ വ്യാഴാഴ്ച ലോക്സഭാ നടപടി
സംഭവിച്ചു. ഇപ്പൊ നമ്മള് പറയാറുണ്ട് മോദി അദാനി അംബാനി ഒക്കെയാണ് സഖ്യം എന്നുള്ളത്. രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ മോദിയായിട്ടോ അദാനിയായിട്ടോ അംബാനിയായിട്ടോ ഒന്നും വലിയ ബന്ധമില്ല എന്ന് പറയുമ്പോഴും BJP ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് അന്താരാഷ്ട്ര തലത്തിലാണ് പേടിയുന്നത്. വിദേശ ശക്തികളുമായി ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രധാന കണ്ണിയാണ് രാഹുൽ ഗാന്ധി എന്നാണ് BJPയുടെ ആരോപണം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അങ്ങനെ വിദേശ ശക്തികളുമായിട്ട് നിന്ന് നമ്മുടെ രാജ്യത്തെ മുടിപ്പിക്കാൻ വന്നിരിക്കുന്ന ഒരാളാണോ രാഹുൽ ഗാന്ധി? BJP പറയുന്നത് പോലെ. അതായത് BJPക്ക് അദാനിയും അംബാനിയുമായിട്ടുള്ള ബന്ധം ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ രംഗത്ത് വരുമ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടിയാണ് വിദേശ ശക്തികളുടെ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുടെ കണ്ണിയാണ് രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് BJP രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. ആ അധിക്ഷേപത്തിന് മറുപടിയായിട്ട് സഭ സ്തംഭിച്ചിരിക്കുകയാണ്. എന്തായാലും പാർലമെന്റ് ഒരു കോലാഹല വേദിയായി മാറുകയാണ്. പുറത്തേക്കിറങ്ങി പ്രതിഷേധിക്കുകയാണ് പ്രതിപക്ഷം. സ്റ്റിക്കർ ഒട്ടിച്ച് ആ സ്റ്റിക്കറിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? അദാനിയും മോദിയും ഒന്നാണ്, മോദി ഉള്ളിടത്തോളം അദാനി സേഫ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, കണ്ടറിയാം അല്ലേ? പിന്നെ മുംബൈയിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. മുംബൈയിലെ ഒരു വാർത്ത എന്തായിരുന്നു? അപ്പോ മുംബൈയില് ഫട്നവിസ് അധികാരമേറ്റു. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാർ. ദേവേന്ദ്ര ഫട്നവിസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുന്ന ചിത്രം വെച്ചുകൊണ്ടാണ് എല്ലാ പത്രമാധ്യമങ്ങളും മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായി BJP നേതാവ് ദേവേന്ദ്ര ഫട്നവിസ് സത്യപ്രതിജ്ഞ ചെയ്ത കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മഹാരാഷ്ട്ര BJP പിടിച്ചു. പക്ഷെ അതുപോലെ തന്നെ ഈ ഒരു പരിപാടിക്ക് എന്താണ് പ്രതിപക്ഷ നേതാക്കൾ ആരും പങ്കെടുത്തിട്ടില്ല. അതെ അതെ, ബഹിഷ്കരിച്ചിരിക്കുന്നു. അവരെ ക്ഷണിച്ചിട്ടും ഉണ്ടാവില്ല ചിലപ്പോൾ. പക്ഷെ എന്നിരുന്നാലും BJP മഹാരാഷ്ട്ര പിടിച്ചു എന്ന കോളിളക്കം സൃഷ്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇവിടെ അവിടെ നമ്മൾ കേട്ടിട്ടുള്ള പേരുകള് ശിവസേന അല്ലെങ്കിൽ അങ്ങനെ മറ്റു പല കാര്യങ്ങളാണ് കേട്ടിരുന്നത്. പിന്നെ ബോളിവുഡിൽ നിന്നുള്ള പ്രമുഖ താരങ്ങളൊക്കെയാണ് അവിടെ പങ്കെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അവരിപ്പോ മിക്ക പരിപാടികളിലും ഉണ്ട്. ജസ്റ്റ് എന്താണ് പറയാൻ പാടില്ല, എന്നാലേ ഏറാൻമൂളികളെ പോലെ വരും. കാരണം അവർക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇവർ ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് പങ്കെടുത്തില്ലെങ്കിൽ പണി കിട്ടും എന്ന് വിചാരിച്ചായിരിക്കും ബോളിവുഡ് താരങ്ങളടക്കം വരുന്നത്. പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ളവർക്ക് BJPയോടുള്ള ചായ്വ് കുറച്ച് കാലങ്ങളായിട്ട് പ്രകടമാണ്. അതുകൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ BJPയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതൊന്നും വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. കാരണം BJP അനുഭാവിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അതുപോലെ തന്നെ രൺബീർ കപൂർ, രൺബീർ സിംഗ്, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ മഹാരാഷ്ട്ര ഇലക്ഷനിൽ ജയിച്ച ആളുകളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. എന്തോ ഫിലിം ഫെയർ അവാർഡിന്റെ വേദി പോലെ. പലൊക്കെ അറിഞ്ഞിട്ടാണ് തമ്പുരാൻ അറിയാം. അത് വേറൊന്നുമല്ല, കാര്യം കാണാൻ കഴുതകൾ കാലും പിടിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ആയിരിക്കാം, അറിയാം. ഇത് വന്നാലും അക്കാര്യത്തിൽ കേരളമൊക്കെ ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ ഇവിടെ ഇപ്പൊ പിണറായി വിജയൻ അങ്ങനെയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴൊന്നും ഇതുപോലെ കുഞ്ചാക്ക ബോബൻ അല്ലെങ്കിൽ ടൊവിനോ തോമസ് ഒക്കെ വന്ന് നിന്ന് ഇങ്ങനെ ഷോ കാണിക്കാറില്ല. അധികം ഇല്ല എന്നാലും. കാരണം നമ്മളിവിടെ ഭയങ്കര കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിയുള്ള ഒരു സമൂഹമായിട്ടാണ് കേരളത്തെ കാണുന്നത്. അങ്ങനെ ധാർഷ്ട്യത്തോട് കൂടിയിട്ട് പങ്കെടുപ്പിക്കുന്ന രീതി തമിഴ്നാട്ടിൽ പിന്നെയുണ്ട്. എല്ലാവരും വന്ന് പങ്കെടുത്തോളണം അല്ലെങ്കിൽ സ്കെച്ച് ഇട്ട് പണി കൊടുക്കണ രീതിയൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ മഹാരാഷ്ട്രയിലൊക്കെ പോലെ എല്ലാ താരങ്ങളും വന്നിട്ട് ഇവന്മാർക്ക് സ്ഥിരം പരിപാടി ഇതാ. അപ്പൊ അംബാനിയുടെ മോന്റെ കല്യാണത്തിനായാലും ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, അമീർ ഖാൻ എന്നൊക്കെ പറഞ്ഞിട്ട് രജനികാന്തൊക്കെ ഡാൻസ് കളിക്കുന്നു. അല്ലെങ്കിൽ അനങ്ങാത്ത ആൾക്കാരാ. രജനികാന്തൊക്കെ ഡാൻസ് കളിക്കണം, എന്തൊക്കെ പരിപാടി. അതുകൊണ്ട് കയ്യൊക്കെയുള്ളവനും പണമുള്ളവനും വേണ്ടി ഏത് തലത്തിലേക്കും പോകാനായിട്ട് തയ്യാറായ ഒരു സെലിബ്രിറ്റി സമൂഹമുള്ള ഒരു നാടാണ് ഇന്ത്യ, അല്ലേ? അപ്പോ സെലിബ്രിറ്റികളിൽ പോലും ഈ രാഷ്ട്രീയക്കാരുടെ ഒക്കെ ചുമ്മാ പാവകളായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നിലപാടില്ലാത്ത ആളുകളെ പോലെ പണത്തിനും കയ്യൂക്കുള്ളവനും രാഷ്ട്രീയക്കാരനും ഒക്കെ പുറകെ വാലാട്ടികളെ പോലെ നടക്കുന്ന ഒരു സമൂഹമായിട്ട് ഇന്ത്യൻ സെലിബ്രിറ്റി സമൂഹം മാറുന്ന ദുരന്തമായ കാഴ്ച. പോട്ടെ. എന്തായാലും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി BJP നേതാവ് ദേവേന്ദ്ര ഫട്നവിസ് സത്യപ്രതിജ്ഞ ചെയ്തു. ഇനി മഹാരാഷ്ട്രയിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കണ്ടറിയാം. നമ്മുടെ മാതൃഭൂമി അല്ല, മലയാള മനോരമ. മലയാള മനോരമയിലെ ഒരു
ഒരു സ്റ്റോറി വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. വായിച്ചോളൂ. മനോരമ ഹ്യൂമൻ സ്റ്റോറി ബമ്പർ സമ്മാനമായ കാറ് അതിലെ വിജയിയായിട്ടുള്ള ഷാരോൺ രാജേഷിന് കിട്ടി. അതായത് പഠിക്കുന്ന കാലത്ത് എൻ്റെ വലിയ ആഗ്രഹം അച്ഛനാകണമെന്നായിരുന്നു. കാരണം അച്ഛൻ്റെ ഇഷ്ടമനുസരിച്ചാണ് വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുന്നത്. അച്ഛനിഷ്ടം കഞ്ഞിയായിരുന്നത് കൊണ്ട് ഞങ്ങളും കഞ്ഞി കുടിച്ചു മടുത്തു. പക്ഷെ ഞാൻ 2 കുട്ടികളുടെ അച്ഛനായപ്പോഴേക്കും ലോകം മാറി. കുട്ടികളുടെ ഇഷ്ടങ്ങൾക്കായി പ്രാമുഖ്യം. അപ്പോഴേക്കും എനിക്ക് കഞ്ഞിയോടായി ഇഷ്ടം. പക്ഷെ മക്കൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് കഞ്ഞി കിട്ടാത്ത സ്ഥിതി. മനോരമ ഹ്യൂമൻ സ്റ്റോറി മത്സരത്തിലെ ബമ്പർ ജേതാവായ +1 കൊമേഴ്സ് വിദ്യാർത്ഥി ഷാരോൺ രാജേഷിന് കാർ സമ്മാനിക്കാൻ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ നടൻ സലിംകുമാർ ചിരിക്കും ചിന്തയ്ക്കുമുള്ള വക ആദ്യമേ സമ്മാനമായി നൽകി. ഓ, സലിംകുമാർ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ ആ പയ്യന്റെ എന്തോ സംഭവം വിചാരിച്ചാ വായിച്ചത്. അപ്പൊ സലിംകുമാറിന് അച്ഛനാകായിരുന്നു സലിംകുമാറിന് അച്ഛനാകാനായിരുന്നു ആഗ്രഹം അത്രേ. അച്ഛൻ പറയുന്നതാണ് ഒരു വീട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് അച്ഛനായി കളയാം, അങ്ങനെയാണ് വീടിനെ മൊത്തത്തിൽ നിയന്ത്രിക്കാമല്ലോ. അച്ഛൻ പറയാണ് ഇന്നിവിടെ കഞ്ഞി മതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും കഞ്ഞി കുടിക്കേണ്ട അവസ്ഥയാണ്. അതെ, ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ സാമ്പാർ കഴിക്കണം. അതെ, ഇന്ന് കോഫി മതി എന്ന് പറഞ്ഞാൽ കോഫി കുടിക്കണം. അതെ, അപ്പൊ അച്ഛനാകുക, ഞാൻ വിചാരിച്ചു പള്ളിയിൽ അച്ഛനാകുക എന്നുള്ളതാണെന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല, ഗൃഹനാഥനാകുക എന്ന് കുട്ടി മനസ്സിൽ തോന്നിയിരുന്നു എന്നാണ് സലിംകുമാർ പറയുന്നത്. പക്ഷെ അതിലുണ്ടായ ട്വിസ്റ്റ്, അദ്ദേഹം ഒരു അച്ഛനായി കഴിഞ്ഞപ്പോ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് മാറി. അതെ അതെ, അതാണ് വളരെ പുരോഗമനപരമായ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി അച്ഛനായപ്പോ, അല്ലെ? അത് അദ്ദേഹത്തിന് ഇഷ്ടം ഉണ്ടായിട്ടല്ല, കുട്ടികൾ അത്രമാത്രം പുരോഗമിച്ചു എന്നതാണ്. അതെ, കൈവയ്ക്കും എന്നുള്ളത് അങ്ങനെയല്ല. അപ്പോ 2 ആൺമക്കളുടെ അച്ഛൻ കൂടിയാണ് സലിംകുമാർ. അപ്പൊ ഷാരോണിനെ അഭിനന്ദിക്കാനായിട്ട് സലിംകുമാർ വന്ന് ഒരു കാറാണ് സമ്മാനമായിട്ട് കൊടുത്തത്. എന്റെ ദൈവമേ, ഷാരോണിന് കാറ് കിട്ടി. മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടർ ജോസ് പനച്ചിപ്പുറം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ആൻസൺ ഡൊമിനിക്, മനോരമ സർക്കുലേഷൻ ചീഫ് ജനറൽ മാനേജർ സിനു തോമസ്, സ്കൂൾ മാനേജർ ഫാദർ, കുറെ പേരുണ്ട്. പക്ഷെ എന്തായാലും കൊള്ളാല്ലേ, ഒരു മത്സരത്തിൽ പങ്കെടുത്ത് കാർ സ്വന്തമായിട്ട് മേടിക്കാം. നമ്മുടെയൊക്കെ കാലത്ത് വല്ല പ്ലേറ്റ്. ഞാൻ ആലോചിക്കുന്ന അതല്ല, മനോരമ എന്ത് പരിപാടി കാണിച്ചേക്കണേ. അതായത് സലിംകുമാറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതിൽ പങ്കെടുത്ത അച്ഛന്റെ കാര്യവും ചീഫ് സെക്രട്ടറിയുടെ കാര്യം എഡിറ്റോറിയൽ ഡയറക്ടറുടെ കാര്യം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ബമ്പർ സമ്മാനം കിട്ടിയ ചെക്കനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇത് എന്ത് സ്റ്റോറിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? ഫോട്ടോ ഇല്ലേ? ഫോട്ടോ ഉണ്ട്, പക്ഷെ ഞങ്ങൾ എന്താണ് ഇങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നത്. മനോരമ ഹ്യൂമൻ സ്റ്റോറി മത്സരത്തിലെ ബമ്പർ സമ്മാന ജേതാവ് ഷാരോൺ രാജേഷ്, അതാണ്. പക്ഷെ കോളം മൊത്തം കൊടുത്തിരിക്കുന്നത് പങ്കെടുത്തവരുടെ പേരെഴുതാനാ. എന്താ അവസ്ഥയാണെന്ന് ആലോചിക്കേ. എന്തായാലും ഷാരോണിന് അഭിനന്ദനങ്ങൾ. നല്ലൊരു സ്റ്റോറി ആയിരിക്കും വിചാരിച്ചു വായിച്ച. ഷാരോണിന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടും വിചാരിച്ചു. പക്ഷെ മനോരമ ചതിച്ച്. ഇതിപ്പോ അവന് സന്തോഷമായി, വന്ന സെലിബ്രിറ്റികൾക്ക് സന്തോഷമായി, അവർക്ക് കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്തു. കുറിച്ചൊന്നും എഴുതിയിട്ടില്ല സലിംകുമാർ ലോകം. പിന്നെ അവൻ എന്തിനാണ് ഇത് കിട്ടിയതെന്നൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ എന്തൊരു ദുരന്തമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. എഴുതിയ ആൾ ആരാണെങ്കിലും മോശം. സോറി, എനിക്ക് അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയും. ഓക്കെ, പിന്നെ വേറൊരു സുപ്രധാനമായ വാർത്ത. 12 കോടി ബമ്പർ. 12 കോടി ബമ്പർ കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശിയായിട്ടുള്ള ദിനേഷ് കുമാർ രാജേഷോ സോറി ദിനേഷ് കുമാറിന്. അതും കൊല്ലം കരുനാഗപ്പള്ളി. കൊല്ലം, ഈ പുള്ളിക്കാരത്തി കൊല്ലംകാരിയാ അല്ലേ? അതെ, നിങ്ങളുടെ അടുത്താണോ? കരുനാഗപ്പള്ളി. പൂജാ ബമ്പർ സമ്മാനമായ 12 കോടി രൂപയുടെ ഭാഗ്യക്കുറി ടിക്കറ്റ് കയ്യിൽ വെച്ച് ആരെയോട് പോലും ആ വലിയ രഹസ്യം പറയാതെ അടിച്ചില്ലെങ്കിലും ഒന്ന് പേടിച്ചിട്ടായിരിക്കും. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതല്ല, പുള്ളിക്കാരെ ഒരു കല്യാണത്തിന് പങ്കെടുക്കുമായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു ടെൻഷനും കൂടെ ആയതുകൊണ്ട് ഇപ്പോഴേ വീട്ടുകാരെ അറിയിക്കേണ്ട വിചാരിച്ചു. എന്നിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഭാര്യയോടും മക്കളോടും പറയുന്നത്. അടിച്ചു കഴിഞ്ഞതിന് ശേഷവും ആ രഹസ്യം പറഞ്ഞില്ല, കുറച്ച് കഴിഞ്ഞിട്ടാ പറഞ്ഞത്. ശരിയാ, കാരണം മാധ്യമങ്ങളൊക്കെ തപ്പിക്കൊണ്ടിരിക്കായിരുന്നു, ആരാണ് അയാൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അയാൾ മിണ്ടാതിരിക്കായിരുന്നു അല്ലെ? പറയാൻ പറ്റില്ല, പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നിട്ട് വല്ല കുറുവാസംഗമൊക്കെ ഉള്ളതാണ്. അതെ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഏജൻസിയിൽ വിളിച്ചിട്ട് പറഞ്ഞു. നാട്ടുകാരോടൊന്നും പറഞ്ഞില്ല, ഏജൻസിയിൽ വിളിച്ചു പറഞ്ഞു. പറയാൻ പാടില്ല, നാട്ടുകാരോട് ഇനി അകലം പാലിച്ച് കിടക്കണേ. നാട്ടുകാരോട് ബാങ്കുകാരോടൊക്കെ അതറിയാവുന്നോണ്ടാന്ന് തോന്നുന്നു വലിയ സ്വീകരണമൊക്കെ കൊടുത്ത് ഇപ്പോഴേ കയ്യിലാക്കാൻ നോക്കുന്നുണ്ട് നാട്ടുകാരൊക്കെ. ഇനി പോവില്ല സ്വീകരണം കൊടുത്തു കഴിഞ്ഞാലും, അങ്ങനെ പോയാലോ എന്നൊക്കെ 12 കോടി. ഈ കോടിയിൽ എത്ര ടിക്കറ്റ് എടുക്കുന്ന ആൾക്ക് കിട്ടണം, അല്ല ടിക്കറ്റ് കൊടുത്ത ആൾക്ക് കിട്ടണമെന്നാവോ? എന്തായാലും ഒരു നല്ല തുക കിട്ടും. അപ്പോ ആ വലിയ രഹസ്യം സ്വന്തം ഭാര്യയോട് പോലും പറയാതെ കരുനാഗപ്പള്ളി തൊടിയൂർ വടക്ക് കൊച്ചയ്യത്ത് കിഴക്കതിൽ ദിനേഷ് കുമാർ ഒരു രാത്രി ഉറങ്ങാതിരുന്നു. എങ്ങനെ ഉറങ്ങാൻ പറ്റും?
അതല്ല, 12 കോടി. നമുക്ക് കറക്റ്റ് അഡ്രസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, ഇനി ആരും അങ്ങോട്ട് പോകരുത്. കറക്റ്റ് അഡ്രസ് കറക്റ്റ്. അയാളെ വീട്ടുപേര് സഹിതം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മനോരമ. മനോരമ കുറച്ച് കളിക്കലുണ്ട്. ഈ റിപ്പോർട്ടർ എന്തായാലും കൊള്ളാം. ആ ശരിയാണ്ട പറയാതെ കരുനാഗപ്പള്ളി, തൊടിയൂർ, വടക്ക് കൊച്ചേത്ത്, കിഴക്കതിൽ ഓ മോനെ ബ്രില്യന്റ്. അപ്പോ ബമ്പർ രഹസ്യം തൽക്കാലം ഭാര്യയോട് പോലും പറഞ്ഞില്ല. ഏജൻസിയിൽ വിളിച്ച് താനാണ് ഭാഗ്യശാലിയെന്നും വിവാഹം കഴിയും വരെ പുറത്തു വിടരുതെന്നും പറഞ്ഞു. വിവാഹം ആവുന്നുണ്ടായിരുന്നുള്ളൂ അല്ലേ? എന്നിട്ട് വിവാഹം കഴിഞ്ഞിട്ടാണോ പറഞ്ഞത്? ഭയങ്കര ട്വിസ്റ്റ് ആയി പോട്ടെ. വന്ന് കയറിയ ആ പെണ്ണിന്റെ സൗഭാഗ്യം എന്നൊക്കെ പറയാം. ഉറങ്ങാതിരിക്കുന്നതും വലിയ മാനസിക സംഘർഷം അനുഭവിക്കുന്നതും മനസ്സിലാക്കിയ ഭാര്യ രശ്മി പലവട്ടം ചോദിച്ചെങ്കിലും വിവരം പറഞ്ഞില്ല. ഇന്നലെ പുലർച്ചെ തഴവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ദർശനം കഴിഞ്ഞെത്തിയ ദിനേഷ് കുമാർ ഭാര്യയോട് ഇല്ലില്ല, ഇതെന്ത് വിവാഹോ? അവരൊക്കെ കല്യാണം കഴിഞ്ഞ 2 കുട്ടികളുണ്ട്, പിന്നെ എന്ത് വിവാഹം? ഇവരുടെ അല്ല, പിന്നെ ഒരു ബന്ധുവിന്റെ കല്യാണം ഇവരാണ് നടത്തുന്നത്. ബന്ധുവിന്റെ കല്യാണം ബന്ധു എന്തെങ്കിലും ചോദിച്ചാലും വിചാരിച്ചിട്ടാണോ? അപ്പൊ അങ്ങനെയല്ല, കല്യാണത്തിന് എന്തായാലും ബന്ധുക്കളും എല്ലാ ആൾക്കാരും ഉണ്ടാവും. അപ്പൊ ഒരു സീൻ ഉണ്ടാക്കി എല്ലാരും കൂടെ ഒന്ന് ഒരുമിച്ച് ചോദിക്കത്തില്ലേ? അതുകൊണ്ടാവണം ഞാൻ ഭയങ്കരമായിട്ട് കണ്ടെത്തിയതാണ്. ക്ഷമിക്കണം. അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയി ദർശനമൊക്കെ കഴിഞ്ഞെത്തി ഭാര്യയോട് മക്കളെ സ്കൂളിൽ അയക്കേണ്ടതെന്ന് പറഞ്ഞു. ഇനി എന്തിനാണ് പഠിക്കാൻ പോണല്ലേ? 10 മണിക്ക് പഠിക്കാൻ പോണോട്ടോ. അതല്ല, 10 മണിക്ക് ശേഷമാണ് ഭാര്യയോടും മക്കളോടും വിവരം പറഞ്ഞത്. തുടർന്ന് വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം കുടുംബത്തോടൊപ്പം ടിക്കറ്റ് വാങ്ങിയ ലോട്ടറി സെന്ററിൽ എത്തി. മണവാളിന് കൊടുത്ത സ്വീകരണം പോലെ ഇരിക്കും മറ്റേ പുലർ കല്യാണത്തിൽ തേവരത്തെരുവിൽ എന്നുള്ള പാട്ടിലൊരു സ്വീകരണം കൊടുക്കില്ല, അതുപോലെ. അങ്ങനെ എസ് ദിനേഷ് കുമാറിന് 12 കോടി അടിച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് അല്ലെ? അതെ, ആ ലോട്ടറി ടിക്കറ്റ് എടുത്ത കടയില് വൻ സ്വീകരണം ഒക്കെ ആയിരുന്നു. അതിന്റെ ഫോട്ടോ വരെ കൊടുത്തിട്ടുണ്ട്. 2019 12 കോടിയുടെ ബമ്പർ ഒരക്കത്തിന്റെ വ്യത്യാസത്തിലാണ് അദ്ദേഹത്തിന് തലനാരിയൊക്കെ നഷ്ടമായത്. റെഗുലർ ആയിട്ട് ലോട്ടറി എടുക്കുന്ന ഒരാളാണ്. റെഗുലർ ആയിട്ട് ലോട്ടറി എടുക്കുന്നവര് എടുത്തോണ്ടേ ഇരിക്കുക. എന്നാണ് നിങ്ങളൊരു എസ് ദിനേഷ് കുമാർ ആകുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് എടുക്കുക. ചുമ്മാ ഒരുമാതിരി കിട്ടുന്ന പൈസക്ക് മൊത്തം ലോട്ടറി എടുത്തിട്ട് ഒരുമാതിരി മുടിയരുത്, ബുദ്ധിപരമായി എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒരു ദിവസം തെളിയും. അദ്ദേഹം ഇപ്പൊ 10 ടിക്കറ്റ് ഒരുമിച്ച് എടുത്തിട്ടുള്ളത്. 10 എടുക്കാം അദ്ദേഹത്തിന് അതിനുള്ള വരുമാനം ഉണ്ടെങ്കിൽ അല്ലെ? ഒരു 500 എത്ര? അയ്യോ, ബമ്പറാകുമ്പോ നല്ല പൈസയാവും. അതെ അതെ. അല്ലെങ്കിൽ അങ്ങനെ ഒരുമിച്ച് എടുക്കണം. ബുദ്ധിപരമായി എടുക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഇടക്കിടക്ക് അടിക്കാറുണ്ട്. അതുകൊണ്ട് അല്ലാത്തുള്ള ആൾക്കാരൊന്നും എടുക്കാതിരിക്കാം, മണ്ടത്തരം കാണിക്കരുത്. ഓക്കെ, ശരി. അപ്പോ അതാണ് സംഭവം. ഇനി അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ, മനോരമ വാർത്തയില്ലേ? ഓക്കെ, കുറച്ച് എന്റർടൈനിങ് ആയിട്ടുള്ള വാർത്തകളിലേക്ക് പോവാം. തെലുങ്ക് സിനിമാ താരം നാഗ ചൈതന്യയും നടി ശോഭിത ദുലിപാലയും ബുധനാഴ്ച വിവാഹിതരായി. നാഗാർജുനയാണ് വിവാഹ ചിത്രങ്ങൾ സമൂഹത്തിൽ പങ്കുവച്ചത്. അതായത് അച്ഛൻ നാഗ ചൈതന്യയുടെ അച്ഛൻ നാഗാർജുന സ്വന്തം മകന്റെ വിവാഹ ചിത്രങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. താരവിവാഹമാണ്. നാഗചൈതന്യ ഇതിനു മുമ്പ് സാമന്തയെ ഒരു വട്ടം വിവാഹം കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 പേരും പിരിഞ്ഞിരുന്നു. അതിനുശേഷമുള്ള രണ്ടാം വിവാഹം നായിക കൂടിയായിട്ടുള്ള ശോഭിത ദുലിപാലൊപ്പമാണ്. ശോഭിതയുടെയും സെക്കൻഡ് മാരേജ് ആണ് അല്ലേ? ഓക്കെ, 2 പേരുടെയും സെക്കൻഡ് മാരേജ് ആണ്. സോ സെക്കൻഡ് മാരേജ് കഴിക്കുന്ന നാഗചൈതന്യക്കും ശോഭിത ദുലിപാലയ്ക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ, വിവാഹാശംസകൾ. നല്ല രീതിയിൽ ബന്ധം കൊണ്ടുപോകാം അല്ലെ? പക്ഷെ ഞാൻ പറഞ്ഞ തൊട്ടിത്തരമായി പോയി എനിക്ക് തോന്നുന്നുണ്ട്. കമന്റ് സെക്ഷനിൽ വരുന്ന എല്ലാം ശോഭിതയ്ക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ് വരുന്നത്. ശോഭിത കാരണമാണ് നാഗചൈതന്യയുടെയും സാമന്തയുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നുള്ള രീതിക്കാണ് കമന്റോളികൾ കമന്റ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും കമന്റ് ചെയ്യരുത്. കാരണം ഓരോരുത്തരുടെ ജീവിതമാണ്, നമുക്കറിയില്ല എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ളത്. എന്തായാലും സാമന്തയും നാഗചൈതന്യയും പിരിഞ്ഞു. സാമന്തേതായ ഒരു രീതിയിൽ ജീവിക്കുന്നു, നാഗചൈതന്യതായ രീതിയിൽ ജീവിക്കുന്നു. എന്തായാലും ഇനി എന്തൊക്കെയാണെങ്കിലും ഗോസിപ്പിനൊക്കെ വിരാമിട്ടുകൊണ്ട് നാഗചൈതന്യയും ശോഭിത ദുലിപാലയും ഒന്നിച്ചിരിക്കുകയാണ്. നല്ലൊരു ശോഭനമായ ഒരു കുടുംബജീവിതം അവർക്ക് ഉണ്ടാവട്ടെ അല്ലേ? ഇനി വേറെ തരത്തിലുള്ള ഗോസിപ്പുകളൊന്നും പോകാതെ നല്ല രീതിയിൽ ഒരു ഉണ്ടാവട്ടെ. എന്തായാലും അവിഹിതങ്ങളുടെ കാലമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഗോസിപ്പുകളുടെ കാലമാണ്, അവിഹിതങ്ങളുടെ കാലമാണ്. കഴിഞ്ഞ ഒരാളുടെ കമന്റ് കേട്ടു, 1-ൽ കൂടുതൽ പെൺകുട്ടികളുമായിട്ട് ബന്ധങ്ങൾ വേണം എന്നുള്ളവരൊക്കെ കല്യാണം കഴിക്കരുതെന്ന്.
കാരണം വെറുതെ ഒരു കുടുംബജീവൻ നശിപ്പിക്കരുത്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഭാര്യയെ തീ കൊളുത്തിക്കൊന്നൊരു സംഭവം, അത് കൊല്ലത്ത് തന്നെയാണ് തോന്നുന്നു അതുകൊണ്ടായത്. തോന്നണുണ്ട് കൊല്ലം ഒരു വളരെ നാടകീയമായ ഒരു ജില്ലയായി മാറുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല. അപ്പൊ തീ കൊളുത്തിക്കൊന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ആ തീ കൊളുത്തിക്കൊന്ന സംഭവത്തിലും പ്രധാന വില്ലനായി വന്നത് ഭാര്യയുടെ അവിഹിതം എന്നാണ് ഭർത്താവിന്റെ മൊഴി. അപ്പോ ഒന്നാമത്തെ കാര്യം, തെരഞ്ഞെടുക്കുന്ന ആളുകളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് തെരഞ്ഞെടുക്കുക. അതല്ലെങ്കിൽ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ലോയലായിട്ടിരിക്കുക. അതല്ലെങ്കിൽ ഇതുപോലുള്ള സൈക്കോകളൊക്കെ ആയിരിക്കും ഭർത്താക്കന്മാരായിട്ട് വന്നിട്ട് ഒരുമാതിരി അതിനുശേഷം ഇതുപോലുള്ള ഓരോ ക്രൂരതകൾ ചെയ്യുക. സെലിബ്രിറ്റി ലൈഫിൽ വിവാഹമോചനവും ഒന്നും വലിയ സംഭവമല്ല. സെലിബ്രിറ്റികളുടെ ലൈഫിൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നല്ലൊരു കുടുംബജീവിതം നമ്മുടെ ബിജു മേനോനും സംയുക്ത വർമ്മയൊക്കെ പോലെ അല്ലെ ഉണ്ടാകാനായിട്ട് സാധിക്കട്ടെ. നാഗചൈതന്യക്കും എന്താണ് പേര്, ശോഭിത ദുലി പാലയ്ക്കും ആശംസകൾ. നന്നായി വരുന്നു. അങ്ങനെയൊക്കെ സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങൾ ഇനി മുതൽ സ്നേഹാലയം എന്നറിയപ്പെടും. നല്ലൊരു തീരുമാനം അല്ലെ? വൃദ്ധസദനങ്ങൾ എന്നുള്ളതല്ല, സ്നേഹാലയം എന്നറിയപ്പെടും. ഇതാണ് ജനാധിപത്യ ബോധത്തിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങൾ. കാരണം ഓരോ പരിഷ്കാരങ്ങൾ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി വരികയാണ്. വൃദ്ധസദനം അല്ലെങ്കിൽ ഇപ്പോ എന്താണ് മറ്റു കുറെ കാര്യങ്ങളിൽ ഓരോ വാക്കുകൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇപ്പൊ ഭിന്നശേഷി എന്നൊക്കെയാണ് വിളിക്കുന്നത്. കാരണം കുറച്ചുകൂടി മാന്യമായ, കുറച്ചും കൂടി നല്ല പൊളിറ്റിക്കലി കറക്റ്റായ വാക്കുകളൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത്. അതുപോലെ വൃദ്ധസദനങ്ങൾ എന്നത് മാറി ഇനി മുതൽ സ്നേഹാലയങ്ങളാണ്. അതൊക്കെ സ്നേഹത്തിന്റെ ആലയങ്ങൾ. ഉപേക്ഷിക്കപ്പെട്ടവരുടെ വൃദ്ധരുടെ സദനങ്ങൾ എന്നുള്ള രീതിയിലല്ല. സ്നേഹം എവിടെയാണോ അതാണ് സ്നേഹാലയം. അപ്പോ സ്നേഹിക്കുന്ന ആളുകളെ അകറ്റി നിർത്തിയിട്ടുള്ള ഈ തലമുറയുടെ പോക്ക്, അതിനിട്ടുള്ള ഒരു കാരണത്തടിയാണ് വൃദ്ധസദനങ്ങൾക്ക് സ്നേഹാലയം എന്ന് പേരിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്നേഹാലയത്തിലെ ആളുകൾ പെരുകാതെ കുടുംബത്തിൽ തന്നെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്നേഹാലയങ്ങളാകുന്നത് പോലെ കുടുംബങ്ങൾ മാറട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വൃദ്ധസദനങ്ങൾ കൂടാതിരിക്കട്ടെ. കാരണം അച്ഛനും അമ്മനെയൊക്കെ നമ്മൾ ഒരു പ്രായം വരെ നമ്മളെ വളർത്തി വാറ്റിയ മാതാപിതാക്കളെ ഒരു പ്രായം കഴിയുമ്പോൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ക്രൂരതയൊന്നുമില്ല. നാളെ നമുക്കും ആ ഗതി വരും എന്ന് ചിന്തിക്കാൻ കഴിവുള്ള ഒരുത്തരത് ചെയ്യില്ല. എന്തൊക്കെ കുരുത്തക്കേടുകളും പ്രശ്നങ്ങളൊക്കെ കാണിച്ചാണ് ഓരോ കൊച്ചുകുട്ടിയും വളർന്ന് വലുതാവുന്നത്. അവനെ വളർത്തി വാലേറ്റുന്നത് മാതാപിതാക്കളൊന്ന് പ്രായമാകുമ്പോൾ തന്നെ അവരുടെ എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഭാര്യ വന്ന് കയറിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് അകന്നു പോകുന്ന തലമുറ ദയവ് ചെയ്ത് ഒന്ന് യൂണിറ്റിയിൽ മുന്നോട്ട് പോവുക അല്ലെ? അച്ഛനും അമ്മയൊക്കെ അവര് ജീവിച്ചിരിക്കുന്ന കാലമാണ് സ്വർഗം എന്ന് മനസ്സിലാക്കി അവരെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. കുടുംബങ്ങൾ സ്നേഹമാവട്ടെ എന്നാണ്. വൃദ്ധസദനങ്ങൾക്ക് പേര് മാറ്റുന്നത് നല്ല കാര്യം തന്നെ, പക്ഷെ കുടുംബങ്ങൾ സ്നേഹാലയമായി മാറട്ടെ. പക്ഷെ അതിനുള്ള കാരണം എന്താന്ന് വെച്ചാ ഇപ്പൊ എല്ലാം ന്യൂക്ലിയർ ഫാമിലി ആണല്ലോ. അതുകൊണ്ട് തന്നെ ആവണം എല്ലാരും ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അച്ഛനെയും അമ്മേനെയും വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക. ഇത് വേറൊരു രീതി ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് കുറച്ചും കൂടി കൂടുതൽ കെയർ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. മക്കളൊക്കെ വേറെ സ്ഥലത്താവുമ്പോ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാവുമല്ലോ. അപ്പൊ അവരെ കെയർ ചെയ്യാൻ വേണ്ടിട്ട് നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റുക. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ചില നന്മകളൊക്കെയാണ്. ജീവിതം എന്ന് പറഞ്ഞൊരു വട്ടമാണ്. ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയുടെ തരംഗമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ കറങ്ങി തിരിച്ച് ന്യൂക്ലിയർ ഫാമിലി ഓപ്പോസിറ്റ് എന്താ? അണുകുടുംബം. ന്യൂക്ലിയർ ചെറുത്, മറ്റേത് വലുത്. മറ്റേതേതാ? എന്റെ പേരെന്താ? അണുകുടുംബവും വലിയ കുടുംബവും അങ്ങനെ എന്തോ സംഭവമുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ കമന്റ് ചെയ്യൂ പ്ലീസ്. കറക്റ്റ് ആയിട്ട് വരുന്നില്ല ഇപ്പൊ. അപ്പൊ നമുക്ക് കൂട്ടുകുടുംബത്തിന്റെ കാലത്തിന് അങ്ങനെ പറയും. ആ കൂട്ടുകുടുംബത്തിന്റെ കൺസെപ്റ്റിലേക്ക് പോകണമെന്ന് ശാഠ്യത്തോടെ പറയുകയല്ല, പക്ഷെ സ്നേഹമുള്ള ഇടങ്ങളായി കുടുംബങ്ങളെ മാറ്റുക. കൂടുമ്പോൾ ഇമ്പം എന്നുള്ളതാണ് കുടുംബം. അല്ലെങ്കിൽ അത് വെറും താമസിക്കാൻ പറ്റുന്ന ഓരോ ബിൽഡിങ്ങുകൾ പോലെയാണ്. കൂടുതൽ ഇമ്പമുള്ള കുടുംബങ്ങളാക്കി സ്നേഹാലയങ്ങളാക്കി ഓരോ കുടുംബം മാറ്റുക. പിന്നെ വിദേശത്തുള്ളവർക്കൊക്കെ ഇതുപോലെ കെയർ കൊടുക്കാനെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ആക്കുന്നവരുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള സ്വന്തം അച്ഛനും അമ്മനെയൊക്കെ നമ്മൾ മാക്സിമം നമ്മളുടെ എല്ലാ സ്നേഹ സപ്പോർട്ടോടുകൂടി വേറെ ഉപേക്ഷിക്കാതിരിക്കുക. അത് ഭയങ്കര ഒരു നീചമായ പ്രവൃത്തിയാണ്. ഒരിക്കലും അതിനൊരു ഇത് കിട്ടില്ല, സമാധാനം കിട്ടില്ല അങ്ങനെയുള്ളവർക്ക്. പോട്ടെ, അതിൽ തന്നെ വേറെ കാര്യമുണ്ട്. ഇതിന്റെ ഫസ്റ്റത്തെ പേരെന്ന് വെച്ചത് വയോജന മന്ദിരങ്ങൾ എന്നായിരുന്നു. അതിനുശേഷമാണ് വൃദ്ധസദനങ്ങൾ എന്ന് പേര് വന്നത്.
പിന്നീട് ഇപ്പതാ വീണ്ടും വയോജന മന്ദിരങ്ങൾ വൃദ്ധസദനങ്ങൾ സ്നേഹാലയങ്ങളായി. ഇനി ആ സ്നേഹാലയങ്ങൾ പൂട്ടട്ടെ. അല്ല, അങ്ങനെയല്ല. അതായത് കുറെ നമ്മുടെ അച്ഛനമ്മനെയൊക്കെ നമ്മൾ നല്ലോണം സംരക്ഷിക്കാനൊക്കെ ബാധ്യസ്ഥരാണ്. ഇനി വൃദ്ധസദനങ്ങൾ നിർത്തിയാൽ സ്നേഹാലയങ്ങളായി മാറുന്നതോടെ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള കൺസെപ്റ്റുകളൊക്കെ വരട്ടെ അല്ലേ. പക്ഷെ പൂട്ടട്ടെ എന്ന് പറഞ്ഞാ പൂട്ടട്ടെ എന്നല്ല, അത് തുറക്കട്ടെ. പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റില്ല, നീ പറഞ്ഞു. ഞാൻ ഒന്നും പറയുന്നില്ല, എന്ത് പറഞ്ഞാലും മിസ്റ്റേക്ക് ആയി പോയി. അല്ല, അതല്ല, ഇപ്പൊ മക്കളില്ലാത്ത അച്ഛനും അമ്മമാരും ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് ഒറ്റയ്ക്ക് എന്തായാലും മാനേജ് ചെയ്യാൻ പറ്റൂല. അവർക്ക് ഇങ്ങനത്തെ ഒരു വീട് വേണം. തീർച്ചയായിട്ടും അവർ ഒറ്റയ്ക്കായി പോകുന്ന സാഹചര്യങ്ങളിൽ അവർക്കൊരു സെയിം ഏജ് ഉള്ള ആൾക്കാരെ കിട്ടുന്നത് കുറച്ച് കമ്പനി ആവും. അതെ. അപ്പോ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോ മനഃപൂർവ്വം ഉപേക്ഷിക്കാതിരിക്കുക. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം സംഭവിക്കുന്നതിനൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെയാണ്. സ്നേഹാലയങ്ങളൊക്കെ നല്ല നല്ല രീതിക്ക് ഇനി മുന്നോട്ട് പോട്ടെ അല്ലെ, അത്രേ പറയാനുള്ളൂ. അപ്പൊ പ്രധാനമായിട്ട് അടുത്ത ഒരു സുപ്രധാന വാർത്തയിലേക്ക് നമുക്ക് പോവാം. തിരുവനന്തപുരത്ത് പാർട്ടി ജയിച്ചു ജനം തോറ്റു. എന്താണ് ഒരു സംഭവം ഉണ്ടല്ലോ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, ഏതിലും ഉണ്ട്. അല്ല, ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു. ഏതാണ് സത്യൻ മാഷിന്റെ ഒരു പടമാണത്. ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു. പ്രവാചകന്മാരെ പാട്ട് അതിലാണെന്നാ തോന്നുന്നത്. അപ്പൊ പാർട്ടി ജയിച്ചു ജനം തോറ്റു എന്ന് പറഞ്ഞാല് റോഡ് കയ്യേറി CPM സമ്മേളനം. ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ടായിരിക്കാം റോഡ് കയ്യേറുകയാണ് CPM സമ്മേളനത്തിൽ. ഒരു കൊച്ചുകുട്ടി ഓട്ടോറിക്ഷയിൽ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ദൃശ്യം പങ്കുവെച്ചുകൊണ്ടാണ് മാതൃഭൂമി ഫ്രണ്ട് പേജിൽ ആദ്യ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്. പാർട്ടി ജയിച്ചു ജനം തോറ്റു. സമ്മേളനത്തിനായി ജനം സഹിച്ചത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. കോടതിക്ക് മുന്നിലെ തിരക്കേറിയ റോഡിൽ പകൽ മുഴുവൻ വൻ ഗതാഗതക്കുരുക്കുണ്ടാക്കി. സ്കൂൾ ബസ്സുകളും ജനറൽ ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസുകളും തിരക്കിൽപ്പെട്ടു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയ കൈക്കുഞ്ഞു വരെ കഴിഞ്ഞു. ഓഫീസിലേക്കും വിദ്യാലയങ്ങളിലേക്കും പല സമയത്തിനെത്താൻ കഴിഞ്ഞില്ല. സമയത്തിനെത്താൻ കഴിഞ്ഞില്ല. പല സമയങ്ങളിലും വാഹനങ്ങളുടെ നിര 1 കിലോമീറ്റർ വരെ നീണ്ടു. എന്തൊരു സമ്മേളനമാണ് നടത്തുന്നത്. ജനങ്ങളുടെ ജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ട് CPM പാർട്ടി സമ്മേളനം നടത്തിയിരിക്കുകയാണ്. അയ്യോ, അത് ഈ റോഡ് കയ്യേറിയിട്ട് ഒരു ഫ്ലെക്സ് ഒക്കെ വെക്കുന്നതിന് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു സമ്മേളനം നടക്കുമ്പോൾ അത് എത്രമാത്രം ആൾക്കാരെ എഫക്ട് ചെയ്യുമെന്നെങ്കിലും ഒന്ന് ആലോചിക്കണം. CPMമാർക്ക് വല്ല ബോധം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളൊന്നും നടത്തില്ല എന്നല്ല, നടത്തണം. വല്ല ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ വല്ല ഹാള് വാടകയ്ക്കെടുത്തോ നടത്തിക്കോ. ആളുകൾ വരാത്തോണ്ടാണോ നിങ്ങൾ ഈ പബ്ലിക്കായിട്ട് ആളുകൾ പോകുന്ന സ്ഥലത്ത് അവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പരിപാടി നടത്തുന്നത്? ഇനി നിങ്ങൾ വിളിച്ച സമ്മേളനത്തിന് ആള് വരില്ലേ? നിങ്ങൾ അങ്ങനെ സമ്മേളനം കഴിഞ്ഞിട്ടുള്ള പിക്ചറാണെന്ന് തോന്നുന്നുണ്ട്, എന്നാലും ആളില്ല. പക്ഷെ ചുറ്റും വണ്ടികൾ തിരക്കിട്ട് നടപ്പുണ്ട്. ആകെയായിരിക്കും ജനങ്ങൾ, ആ കൊച്ചു കുട്ടികൾ പോലും. നിങ്ങളത് ആലോചിക്കണം. CPMമാര് എന്തായാലും സമ്മേളനം കുറച്ചും കൂടി നല്ല ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ നടത്താൻ നിങ്ങൾ ശ്രമിക്കുക. സമ്മേളനം നടത്തണ്ടെന്നല്ല, കാരണം ജനാധിപത്യപരമായിട്ട് അതെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷെ ആളുകളുടെ പൊതു ജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടത്താണ്ടിരിക്കുക. കോമഡിയായി മാറും, ദുസ്സഹമായി മാറും, ട്രാജഡിയായി മാറും. ഓക്കെ, സുരേഷ് ഗോപിക്ക് അഭിനയിക്കാം. ഒടുവിൽ കേന്ദ്ര കൊടുത്തിരിക്കുകയാണ്. അപ്പോ ഞാൻ അഭിനയിച്ചോട്ടെ, എനിക്ക് 10-12 പടങ്ങൾ പെൻഡിങ്ങിലുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞായിരുന്നു അമിത്ഷായോടൊക്കെ. പിന്നെ എന്തിനാ താൻ ഇലക്ഷനിൽ ജയിച്ച് ഇവിടെ സഹമന്ത്രിയായിരിക്കുന്നത്, തനിക്ക് അഭിനയിച്ചാ പോരായിരുന്നോ എന്നുള്ളൊരു ശ്രുതിയിൽ അവരതിന് മറുപടി കൊടുത്ത് കുറച്ചുനാള് അഭിനയിക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ വീണ്ടും അനുനയിപ്പിച്ചിരിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് അഭിനയിക്കാം. BJP നേതൃത്വം അനുമതി നൽകി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സിനിമാഭിനയത്തിനായി ഉടൻ ക്യാമറയ്ക്ക് മുന്നിലെത്തും. എന്താ പറയാമെന്ന് ഒറ്റക്കൊമ്പൻ എന്ന സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ ചെയ്തേക്കാണ്. താടിയൊക്കെ വളർത്തിയിട്ടുള്ള കുറെ നാളും അങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ഇനി അഭിനയിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ താടിയൊക്കെ ഷേവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും അദ്ദേഹം ഇപ്പൊ ആ ഒരു അനുമതി കിട്ടിയപ്പോ വീണ്ടും അദ്ദേഹം അത് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നും പറഞ്ഞ ദിവസങ്ങൾ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 8 ദിവസത്തെ അനുമതിയാണ് ആദ്യം നൽകിയിരിക്കുന്നത്. ഗഡുക്കളായിട്ട് സർക്കാരിന്റെ ഒക്കെ തുകയില്ലേ, ആദ്യം ഒരു ഗഡു, രണ്ടാമതൊരു ഗഡു, അതുപോലെ 8 ദിവസത്തെ ആദ്യത്തെ ഷെഡ്യൂളിനാണ് ഇപ്പൊ അനുമതി നൽകിയിരിക്കുന്നത്. അങ്ങനെ ഈ പ്രൊസീജിയർ സംഭവിക്കുള്ളൂ. കാരണം അദ്ദേഹം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. അല്ലാത്ത സിനിമ മാത്രമായിട്ട് നടക്കുന്ന ഒരാളെ പോലെ ഫുൾ ഷെഡ്യൂളിൽ ഒറ്റയടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ്, ഒരു സഹമന്ത്രിയാണ്. തൃശ്ശൂർ ജനങ്ങൾ അത്രത്തോളം പ്രതീക്ഷയോടെ ജയിപ്പിച്ചിട്ട ഒരാളാണ്. അപ്പോ അദ്ദേഹത്തിന് നിശ്ചിത സമയം കൊടുത്തിട്ടുണ്ട് പാർട്ടി. ആ
സമയത്തിൽ പോയി അഭിനയിക്കാം, തിരിച്ചു വരാം, അഭിനയിക്കാം, തിരിച്ചു വരാം, അഭിനയിക്കാം, തിരിച്ചു വരാം. ആ രീതിക്കാണ് കാര്യങ്ങൾ. അപ്പോൾ ഏറ്റെടുത്തിട്ടുള്ള പല പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനത്തിനായി അദ്ദേഹം ഒഴിവാക്കാൻ കഴിയില്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഈ സിനിമാഭിനയം. അതായത് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് കിട്ടുന്നതോ രാഷ്ട്രീയത്തിൽ നിന്ന് കിട്ടുന്നതോ മാത്രമുള്ള ചെലവുകളല്ല. സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറെ കൂടി നല്ല രീതിയിൽ ജനങ്ങളെ സഹായം ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇതിനു മുമ്പും രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പും ജനങ്ങളെ സേവിച്ചിരുന്നത് സ്വന്തം കയ്യിലെ പൈസ എടുത്തിട്ടാണ്. സ്വന്തം കുടുംബത്തിനൊക്കെ ചെലവാക്കിണ്ടിരുന്ന പൈസ എടുത്തിട്ടാണ് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തിരുന്നത്. കോടീശ്വരൻ എന്നുള്ള പരിപാടിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് പേര് വരുമ്പോൾ സുരേഷ് ഗോപി സഹായിക്കുന്നതൊക്കെ. അത്തരത്തിലുള്ള സ്നേഹമാണ് സുരേഷ് ഗോപിക്ക് കിട്ടി സുരേഷ് ഗോപി ജയിച്ചു നിൽക്കുന്നത്. ഒരു BJP-യുടെ ആൾ എന്നുള്ള നിലയിനേക്കാൾ ഉപരി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളെന്ന നിലയിലാണ് സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള തന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സിനിമയിൽ നിന്നുള്ള വരുമാനം വേണം. അപ്പൊ അത് മുടക്കരുത്. അതിനുവേണ്ടിയാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടിയല്ല, ജനസേവനത്തിന് വേണ്ടി തന്നെ ആ പൈസ വിനിയോഗിക്കാനാണ് എന്ന് മനസ്സിലാക്കിയ BJP സുരേഷ് ഗോപിക്ക് അഭിനയിക്കാനുള്ള അനുമതി തത്വാടിസ്ഥാനത്തിൽ നൽകിയിരിക്കുകയാണ്. അപ്പൊ സുരേഷ് ഗോപി ഫാൻസിന് ആഹ്ലാദിക്കാം, അർമാദിക്കാം. ആക്ഷൻ കിങ് അല്ലെ, സൂപ്പർ സ്റ്റാർ ആക്ഷൻ കിങ് സുരേഷ് ഗോപി തിരിച്ചു വന്നു സിനിമയിലേക്ക്. നമ്മുടെ ജോബി ജോർജ് സാറായിട്ടൊരു പുതിയ സിനിമ അനൗൺസ് ചെയ്യട്ടെ. ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സുരേഷ് ഗോപി അഭിനയിക്കുന്ന ഒരു പുതിയ സിനിമ ഇനി ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് അല്ലെ. തീർച്ചയായിട്ടും രഞ്ജി പണിക്കർ സാറിന്റെ സ്ക്രിപ്റ്റ്. അപ്പോ നല്ലൊരു സിനിമ സംഭവിക്കട്ടെ. കാരണം രഞ്ജി പണിക്കർ സാറൊക്കെയാണ് സുരേഷ് ഗോപിനെ ഇങ്ങനൊരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ചത്. ജോബി ജോർജ് സാറിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, കാവൽ എന്ന് പറഞ്ഞൊരു സിനിമ സുരേഷ് ഗോപിയുടെ. അതൊരു നല്ല രീതിയിൽ പോയ സിനിമയാണ്. അപ്പൊ അതിനുശേഷം ഇനി കൂട്ടുകെട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ് അല്ലേ. തീർച്ചയായിട്ടും. പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾക്ക് വിശക്കുന്നു അധികൃതർക്ക് ഒരു കത്ത് എഴുതിയിരിക്കുകയാണ് 6ാം ക്ലാസ്സുകാരി. സ്കൂളിൽ പ്രഭാത ഭക്ഷണം ഇല്ലെന്ന് കാട്ടി പഞ്ചായത്ത് പ്രസിഡന്റിന് 6ാം ക്ലാസ്സുകാരിയുടെ ഒരു കത്ത്. ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടാറില്ല. സ്കൂളിൽ നിന്ന് ഭക്ഷണം ലഭിക്കുന്നത് ഏറെ ആശ്വാസമായിരുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിനി വെള്ളിയാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റിന് എഴുതിയ കത്തിലെ വരികളാണിത്. വരികളിലെ ഓരോ വാക്കുകളിലും നോവാണ് പ്രതിഫലിക്കുന്നത്. ആ ട്രൈബൽ സ്കൂൾ, പൂമല ട്രൈബൽ സ്കൂളിലെ LP UP വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് 6 മാസമായി പ്രഭാത ഭക്ഷണം മുടങ്ങിക്കിടക്കുന്നത്. സർക്കാർ എത്രയും പെട്ടെന്ന് അതൊക്കെ ശരിയാക്കേണ്ടതാണ്. മാതൃഭൂമി ആദ്യത്തെ പേജിൽ തന്നെ വാർത്തയാക്കിയിട്ടുണ്ട്. അത്രയും മാത്രം ട്രാവൽ ചെയ്തിട്ടാവും അവരങ്ങോട്ട് വരിക. ഉൾപ്രദേശങ്ങനായിരിക്കും. അപ്പൊ അവിടുന്ന് വരുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടാവും. രാവിലെ ഒന്നും കഴിക്കാതെയാവും അവര് വരിക. 108 ആദിവാസി കുട്ടികൾ. 108 ആദിവാസി കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണങ്ങളൊക്കെ മുടങ്ങിക്കിടക്കാണ് സ്കൂളില്. അപ്പോ പഞ്ചായത്ത് പ്രസിഡന്റിന് കത്തെഴുതിയിരിക്കുകയാണ് 6ാം ക്ലാസ്സുകാരി. അതായത് ഞങ്ങൾക്ക് പ്രഭാത ഭക്ഷണം പോലും കിട്ടുന്നില്ല, സ്കൂളിലെ ഭക്ഷണം ഞങ്ങൾക്കൊരു ആശ്വാസമായിരുന്നു, ഇപ്പോൾ അതുപോലും മുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണം എന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോട് അപേക്ഷിച്ചിരിക്കുകയാണ് 6ാം ക്ലാസ്സുകാരി അല്ലെ. അതിന് എന്തേലും ഒരു നല്ലൊരു തീരുമാനം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും. സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരിക്ക് കുട്ടി കത്തെഴുതിയത്. പഞ്ചായത്തിന് തനത് ഫണ്ടില്ല, സർക്കാർ ഫണ്ട് കിട്ടുന്നുമില്ല. അത് കിട്ടിയാലേ പദ്ധതി പുനരാരംഭിക്കാൻ കഴിയൂ. സംഭവം മനുഷ്യാവകാശ കമ്മീഷന്റെയും ബാലാവകാശ കമ്മീഷന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ബാലാവകാശ കമ്മീഷനോ സർക്കാരിന്റെ ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇതിനൊരു പരിഹാരം കാണണം, മസ്റ്റാണ്. ആ 6ാം ക്ലാസ്സുകാരി എഴുതിയ കത്തിന്റെ ആ ഒരു വേദന നിങ്ങൾ മനസ്സിലാക്കണം. പ്രഭാത ഭക്ഷണം പോലും കിട്ടുന്നില്ല, സ്കൂളിലെ ഭക്ഷണമായിരുന്ന ഏക ആശ്വാസം അതും മുടങ്ങിയിരിക്കുന്നു. 108 ആദിവാസി കുട്ടികൾ വലഞ്ഞ ഒരു സംഭവത്തിൽ ആ 6ാം ക്ലാസ്സുകാർ അവരുടെ വേദനയെ മനസ്സിലാക്കി കത്തെഴുതിയിരിക്കുകയാണ്. ആ കത്തിന് എന്തായാലും ഒരു ഇത് കിട്ടട്ടെ അല്ലെ, നടപടി ഉണ്ടാവട്ടെ. ഇനി ബിറ്റ് കോയിന്റെ വില കൂടി. ട്രംപ് വന്നതോടെ, ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നതോടെ ബിറ്റ് കോയിന് ഭയങ്കരമായി വില വർദ്ധിച്ചിരിക്കുകയാണ്. ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ $1,00,000 കടന്ന് ബിറ്റ് കോയിൻ. എന്താണ് ബിറ്റ് കോയിൻ എന്നും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഭരണകൂടങ്ങളുടെ അംഗീകാരമോ കേന്ദ്ര ബാങ്കുകളുടെ നിയന്ത്രണമോ ഇല്ലാതെ ലോകം മുഴുവൻ ക്രയവിക്രയം ചെയ്യുന്ന കറൻസികളെയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അതായത് ഭരണകൂടത്തിന്റെയോ മറ്റു
അതോറിറ്റീസിന്റെയോ ഒന്നും അംഗീകാരം വേണ്ട. ലോകം മൊത്തം നമുക്ക് ബിറ്റ് കോയിൻ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താം. അപ്പൊ ബിറ്റ് കോയിൻ ഒരെണ്ണത്തിന്റെ വില $1,00,000 കടന്നിരിക്കുകയാണ്. ട്രംപ് വന്നതോടുകൂടി ബിറ്റ് കോയിൻ മേഖലയ്ക്കൊക്കെ ഭയങ്കരമായ നേട്ടമാണ് ഉണ്ടാവുന്നത്. സോ ബിറ്റ് കോയിൻ ഉള്ളവരൊക്കെ ലക്ഷപ്രഭുക്കളായി മാറുവാണ്. ആ $1,00,000 എന്ന് പറയുമ്പോ 87.87 ലക്ഷം രൂപ. 87.87 ലക്ഷം രൂപയല്ലേ? ഈ ബിറ്റ് കോയിനൊക്കെ പണ്ടെടുത്ത ആൾക്കാരൊക്കെ ഏത് ലെവലിൽ എത്തിയിട്ടുണ്ടാവൂലേ? ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിന്റെ വില ആദ്യമായി $1,00,000 കടന്നു. വ്യാഴാഴ്ച ഒരു ബിറ്റ് കോയിന്റെ വില 1,03,719 എത്തി. റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. അതായത് 87.87 ലക്ഷം ഇന്ത്യൻ രൂപ. 1 കോടിക്ക് എത്താൻ പോവാണ്ടോ ഒരു ബിറ്റ് കോയിന്റെ വിലയാണ് ഈ പറയുന്നത്. അമേരിക്കയിൽ ക്രിപ്റ്റോ കറൻസിയുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത കൈവരുന്നതും അനുകൂല വിപണി സാഹചര്യവുമാണ് ETF സ്ഥാപനങ്ങൾ ബിറ്റ് കോയിൻ അംഗീകരിക്കാൻ തുടങ്ങുന്നതായുള്ള സൂചനകളും വിലവരാനായിട്ട് കാരണമായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ബിറ്റ് കോയിൻ അംഗീകരിക്കുകയാണ്. തട്ടിപ്പൊന്നുമല്ല ബിറ്റ് കോയിൻ എന്നുള്ളത്. ഇറ്റ്സ് എ ഫാക്ട്, ഫെയർ മണി, ഫെയർ കറൻസി, ഡിജിറ്റൽ കറൻസി. സോ ബിറ്റ് കോയിൻ എന്നുള്ളൊരു കാര്യത്തിന്റെ മൂല്യം കൂടി വരികയാണ്. ബിറ്റ് കോയിൻ എല്ലാത്തിനും ഡൊമിനേറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ വിലയുള്ള കറൻസികളിൽ ഒന്നായിട്ട് ബിറ്റ് കോയിൻ മാറുകയാണ്. അതുകൊണ്ട് ട്രംപ് ആയാലും ഫുൾ സപ്പോർട്ടാണ്. ട്രംപ് ഒരു ബിസിനസ്മാൻ ആണ്. അതുകൊണ്ട് തന്നെ ട്രംപിനെ അറിയാം സാധ്യതകൾ. ട്രംപ് ഫുൾ സപ്പോർട്ടാണ്. ബിറ്റ് കോയിൻ ഇൻഡസ്ട്രിക്ക് മൊത്തം ട്രംപ് സപ്പോർട്ടാണ്. സോ ബിറ്റ് കോയിന്റെ വില കൂടി $1,00,000 കഴിഞ്ഞിരിക്കുകയാണ്. 87 ലക്ഷം ഇന്ത്യൻ മണി. രക്ഷയില്ല. അപ്പോ അടുത്ത സുപ്രധാനമായ വാർത്തകൾ നമുക്ക് ആ വാർത്തകളിലേക്ക് പോകുന്നത്. അല്ലു അർജുനെതിരെ കേസ്. പുഷ്പ 2 ഇറക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിലല്ല, മറ്റൊരു കാര്യത്തിനാണ് അല്ലു അർജുന്റെ പേരിൽ ഇപ്പൊ കേസായിരിക്കുന്നത്. ആ കേസ് എന്താണെന്നുള്ളത് പത്രങ്ങൾ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. പുഷ്പ 2 സിനിമയുടെ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനെതിരെ കേസെടുത്ത് ഹൈദരാബാദ് പോലീസ്. മുൻകൂട്ടി അറിയിക്കാതെയാണ് അല്ലുവും സംഘവും എത്തിയതെന്നും ഇതാണ് ഹൈദരാബാദ് സന്ധ്യ തിയേറ്ററിൽ ദുരന്തത്തിന് വഹിച്ചതെന്നും പോലീസ് പറഞ്ഞു. സുരക്ഷ ഉറപ്പാക്കാൻ മതിയായ സംവിധാനം ഒരുക്കാത്തതിൽ തിയേറ്റർ മാനേജ്മെന്റിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി 9:30 സർപ്രൈസായി നടനെത്തിയത്. നടനെ കാണാൻ ആരാധകർ തിക്കും തിരക്കും ഉണ്ടാക്കിയതിനെ തുടർന്ന് ദിൽ സുഖ്നഗർ സ്വദേശിയായ യുവതി കുഴഞ്ഞു വീഴുകയായിരുന്നു. 39 വയസ്സാണ്. 2 കുട്ടികൾക്കും ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ ദുരന്തമായി മാറിയിരിക്കുകയാണ് പുഷ്പ 2. സിനിമ ദുരന്തമാണ്. സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളും ദുരന്തമാണ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇന്നലെ അശ്വന്ത് ഗോക്കിന്റെയും ഷസാംബ്രോയുടെ ഒക്കെ റിവ്യൂ ഉണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമ എടുത്തതെന്നാണ് ഷസാംബ്രോ ചോദിക്കുന്നത്. അത് പോരാഞ്ഞ് ഇനിയിപ്പോ 3-ാം ഭാഗം ഉണ്ടെന്ന്. എന്തിന്? അയ്യോ, പക്ഷെ ഒരു ടിപ്പിക്കൽ അല്ലു അർജുൻ ഫാൻസ് കാണാൻ പറ്റുന്ന, ടിപ്പിക്കൽ അല്ലു അർജുൻ ഫാൻസ്, അങ്ങനത്തെ ഒരു മൂവിയാണ്. അല്ലു അർജുൻ ഫാൻസിന് കാണാൻ പറ്റുന്ന പടമാണെന്ന്. അത് ഏത് ഫാനാണ്? അത് എന്ത് മണ്ടന്മാരാണ് അത് അങ്ങനെയാണെങ്കിൽ? അതിപ്പോ തെലുങ്ക് മൂവീസ് പടം പൊട്ടിക്കഴിഞ്ഞാലുള്ള സ്ഥിരം ഡയലോഗാണ് ടിപ്പിക്കൽ ഫാൻസ്. അങ്ങനെ കുറച്ച് മണ്ടന്മാർ ഇവിടെ ഉണ്ടോ? എനിക്ക് മനസ്സിലാവണില്ല. പടം പൊട്ടിയാൽ പൊട്ടി. അല്ലാണ്ട് തെലുങ്ക് ഫാൻസിന് ഇഷ്ടപ്പെടും, തമിഴ് ഫാൻസിന് ഇഷ്ടപ്പെടും, മലയാളം എന്റർടൈനിങ് ഫാൻസിന് ഇഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നത് വെറും ഒരു ഇരട്ടത്താപ്പല്ലേ? അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അത് ബഡ്ജറ്റ് വരായിട്ട് മുന്നിൽ കേറിയിട്ടുണ്ട് ഒരു രാത്രി കൊണ്ട് തന്നെ. പിന്നെ ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കണ പരിപാടി കുറെ ഇങ്ങനെ പുഷ് ചെയ്ത് തള്ളി 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 മറ്റേ ഹരിശ്രശവൻ പറഞ്ഞ പോലെ തള്ളി തള്ളി ഇങ്ങനെ കൊണ്ടുപോകും. താമരാശം പിള്ള ബസ് എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാ. അതാണ് പുഷ്പയുടെ അവസ്ഥ. തള്ളി തള്ളി കയറ്റും. അല്ലാതെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ പുഷ്പ 2 റെക്കമെൻഡ് ചെയ്യൂ എന്നാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം പറയുന്നത്. അയ്യോ, മറ്റേ അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂല് ഇത് താഴത്തില്ലടാ എന്നുള്ള രീതിയിൽ അല്ലു അർജുന്റെ ഡയലോഗ് ഉണ്ടല്ലോ പുഷ്പ 1-ല്. അതെ അല്ലേ? അത് അപ്പൊ പുള്ളി പറയണ ഇത് പൊങ്ങത്തില്ലടാ പുഷ്പ 2 എന്ന് പറഞ്ഞ അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ ഉണ്ടായിരുന്നു. ഷസാംബ്രോക്ക് വലിച്ചു കീറി. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഷസാംബ്രോക്ക് ഇത്രത്തോളം ഭയങ്കരമായിട്ട് ഒരു പടത്തിന്റെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിച്ച് കാണുന്നത്. ആദ്യം സാധാരണഗതിയിൽ അങ്ങനെ എല്ലാ പടത്തിലെയും എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും കുറച്ചും കൂടി ഒന്ന് മയത്തിലേ സംസാരിക്കാറുള്ളൂ. ഈ ഐറ്റം ഒന്നും ഷസാംബ്രോ എടുക്കാത്തതാണ്. എന്തുകൊണ്ടോ പുഷ്പ 2-നെ അത്രത്തോളം വെറുപ്പ് തോന്നിയത് കൊണ്ടായിരിക്കാം. ഭയങ്കര പച്ചയ്ക്ക് വലിച്ചേറിയിട്ടുണ്ട്.
അശ്വന്തൊക്കെ പറയണ്ട, വിത്ത് കോസ്റ്റ്യൂമാണ് വലിച്ചേറിയിരിക്കുന്നത്. പക്ഷെ അത്രയും മാത്രം അങ്ങനെ റിവ്യൂ ഒന്നും കണ്ടിട്ട് ആ സിനിമ കാണാൻ പോലെ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ. സ്ത്രീ ജനങ്ങൾക്ക് ഒരുപാട് പേർക്ക് പുഷ്പാട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം. ദുരന്തങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരാണോ? പ്രതീക്ഷ വെച്ച് കാണാതിരുന്നാ മതി. അയ്യോ, അത് എനിക്ക് ഫ്രീ ആയിട്ട് കാണാൻ അവസരം തരട്ടെ. പ്രതീക്ഷ കാണാണ്ടോ? നമുക്കൊരു പ്രതീക്ഷ വരൂലേ? പുഷ്പ 2, അല്ലു അർജുൻ നാഷണൽ അവാർഡ് ഫസ്റ്റ് പുഷ്പക്ക്. അതിപ്പോ പുഷ്പ 1 ആയാലും ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടല്ലോ. അത് മാത്രല്ല, ഇവരുടെ കേൾക്കണം, അല്ലു അർജുൻ നാഷണൽ അവാർഡ് കിട്ടി, നല്ല പൈസ കൊടുത്ത് മേടിച്ചായിരിക്കും. അത് വേറെ. അല്ലു അർജുൻ എന്തോ പറയാണ്, ഇനി ശ്രീവള്ളിക്ക് നാഷണൽ അവാർഡ് കിട്ടുമെന്ന്. ശ്രീവള്ളി എന്ന് പറഞ്ഞാൽ ആരാ? രശ്മിക മന്ദാന. ആ ശ്രീവള്ളി ഭൂലോക വള്ളിക്കെട്ടാണെന്നാണ് അശ്വന്ത് പറയുന്നത്. അത് ശ്രീവള്ളി അല്ല, അത് വള്ളിക്കെട്ടാണെന്നാണ് പറയുന്നത്. എന്തിനഭിനയിപ്പിച്ചു എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇനിയിപ്പോ ഇതിനും വല്ല പൈസ കൊടുത്തൊക്കെ വല്ല നാഷണൽ അവാർഡ് ആയിരിക്കും. അങ്ങനെ മണ്ടന്മാരാക്കാം പ്രേക്ഷകർ. അതും കൂടി കാണാനുള്ള ഒരു പിന്നെ എന്ത് കൊടുത്തിട്ടാണ്? നല്ലതായിരുന്നു. പിന്നെ പുഷ്പയിലെ അഭിനയത്തിന് അല്ലു അർജുൻ എന്തിനാണ് അവാർഡ് കൊടുത്തത്? എനിക്ക് ഇഷ്ടമായി. ഇതിനാണ് അവാർഡ് കൊടുത്തത്, തോള് ധരിച്ചാണ്. അങ്ങനെ ലാലേട്ടന് എത്ര അവാർഡ് കൊടുക്കണം? അഭിനയിക്കുന്ന എല്ലാ പടത്തിലും കൊടുക്കണം. ലാലേട്ടൻ തോള് ധരിക്കാറില്ല, അങ്ങനെ പറയരുത്. അങ്ങനല്ല, ആ ഒരു സിനിമ അത്ര ഹൈപ്പിൽ കയറിയത് ഈ അല്ലു അർജുൻ എന്നൊരു വ്യക്തി ഉണ്ടായോണ്ടാണ്. അതെ അതെ അതെ. ഇപ്പൊ ഹൈപ്പിന്ന് താഴെ വന്നിരിക്കുന്നതിന് കാരണം പുഷ്പ ആണ്. അതെ, എന്തായാലും പുഷ്പ പാളീസായി. ഇനി അതിൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. അത് മാത്രല്ല, ഒറിജിനെതിരെ കേസും. ഓക്കെ, ഇനി അൽഷിമേഴ്സ് എന്നുള്ളൊരു രോഗം ശാസ്ത്രലോകത്തിന് പോലും കൃത്യമായ രീതിയിൽ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു രോഗമാണ്. അതിന്റെ ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അൽഷിമേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിന് ക്യൂർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ അൽഷിമേഴ്സ് രോഗം വരാതിരിക്കാനും അത് 20 വർഷങ്ങൾക്ക് മുമ്പ് ഡിറ്റക്ട് ചെയ്യാനും മാർഗമുണ്ടെന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ആ റിപ്പോർട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇനിയും മെരുക്കാനാകാത്ത അസുഖങ്ങളിൽ ഒന്നാണ് അൽഷിമേഴ്സ്. രോഗബാധ നേരത്തെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. എന്നാൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നതിനും 20 വർഷം മുൻപേ ഒരു വ്യക്തിക്ക് അൽഷിമേഴ്സ് വരാൻ സാധ്യതയുണ്ടോ എന്ന് തിരിച്ചറിയാനാകുമെന്നാണ് പുതിയ പഠനം. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിന്റെ അളവ് മസ്തിഷ്കം മറവി രോഗത്തിലേക്ക് നടന്നെടുക്കുന്നു എന്നതിനുള്ള സൂചനയായിരിക്കാം. അതായത് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഓവർ ഫാറ്റ്, കൊഴുപ്പ്, ഇതൊക്കെ മറവി രോഗത്തിന്റെ ഒരു സൂചനയായിരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോ മറവി രോഗത്തിന്റെ കാരണക്കാരിലൊന്നായ അമിലോയിഡ് പ്രോട്ടീനെ സ്വാധീനിക്കാനും ഈ പറയുന്ന ശരീരത്തിലെ കൊഴുപ്പിന് സാധിക്കും. വയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിലൂടെയും ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നതിലൂടെയും അൽഷിമേഴ്സിനെ ഒരു പരിധി വരെ അകറ്റി നിർത്താമെന്നാണ് പറയുന്നത്. കൃത്യമായ എക്സസൈസ്, ഫാറ്റി കാര്യങ്ങളായിട്ടുള്ള അതൊക്കെ ഒഴിവാക്കുക, ഫുഡ് മറ്റൊക്കെ. അപ്പം ഫാറ്റ് കുറയ്ക്കുക. മനസ്സിലായോ? ഇപ്പൊ തൊട്ട് നമ്മൾ എക്സസൈസ് തുടങ്ങണം. അതെ തന്നെ. അപ്പോ അമിത വണ്ണമൊക്കെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക. ആരോഗ്യകരമായ വണ്ണമാണെങ്കിൽ കുഴപ്പമില്ല. വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിനിലെ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിലാണ് ഈ പഠനം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് വിത്ത് പ്രൂഫാണ് അവർ പറയുന്നത്. ശരീരത്തിലെ അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടി ഉള്ള ഒരു സാഹചര്യം അൽഷിമേഴ്സിന്റെ ഒരു ലക്ഷണമായിരിക്കാം എന്നുള്ളത്. അതുകൊണ്ട് കൃത്യമായ വ്യായാമവും ജീവിതശൈലിയൊക്കെ മാറ്റുന്നതിലൂടെ നമുക്കതിനെ പ്രതിരോധിക്കാം എന്നാണ് പറയുന്നത്, അല്ലേ? ഓക്കെ. അപ്പൊ ഇനി പ്രധാനപ്പെട്ട വാർത്തകളിൽ അടുത്തൊരു വാർത്ത. പ്രിയങ്ക ഗാന്ധി വയനാടിന് വേണ്ടി അമിത്ഷായെ നേരിട്ട് കണ്ടിട്ട് കുറച്ച് ഫണ്ട് ആവശ്യപ്പെട്ടിരുന്നു. കുറച്ച് ഫണ്ടല്ല, ഏകദേശം 2000 കോടിയിലധികം ഫണ്ട് ആവശ്യപ്പെട്ടിരുന്നു. അമിത്ഷാ അത് കൊടുക്കാന്നും പറഞ്ഞതാണ്. പക്ഷേ കേന്ദ്രം വീണ്ടും പറ്റിച്ചിരിക്കുകയാണ്. ഇനി എന്നാണ് ആ ഫണ്ട് കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഇന്നലെ പറയാമെന്നാ പറഞ്ഞത്. ഇന്നലെ കഴിഞ്ഞു, ഇന്നായി, ഇന്ന് കഴിഞ്ഞ് നാളെ ആവും. അപ്പോഴും കേന്ദ്രത്തിന് മൗനം. അപ്പൊ ഇവർ പറ്റിച്ചോണ്ടിരിക്കുക കേരളത്തിന്. അതിതീവ്ര വിഭാഗത്തിൽ ഇടാമെന്ന വാക്ക് കൊടുത്തിട്ടും ഇപ്പോഴും വയനാടിന് ഒരു നീതി കിട്ടിയിട്ടില്ല. വയനാടിന്റെ കാര്യം പറയുമ്പോൾ കൈമലർത്തിയാണ് കേന്ദ്ര സർക്കാർ. അമിത്ഷാ നേരിൽ പോയാണ് MP-മാരെ കൂട്ടിയിട്ട് പ്രിയങ്ക ഗാന്ധി കണ്ടത്. എന്നിട്ട് പോലും ഒരു നീതി കിട്ടിയില്ല. അത്രത്തോളം സ്നേഹാതുരമായ ഒരു മീറ്റിംഗ് ആയിരുന്നു അതെന്നാണ് പറഞ്ഞിരുന്നത്.
അമിത്ഷാക്ക് വരെ സന്തോഷമായി എന്നാ കേട്ടത്. പ്രിയങ്ക ഗാന്ധി ഇങ്ങനെ വന്നപ്പോഴേ അമിത്ഷാക്ക് വളരെ സന്തോഷമായി. ഒരു ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള ശത്രുതൊന്നും ഇല്ലാതെ വളരെ സ്നേഹത്തോടെയാണ് അമിത്ഷാ എതിരേറ്റത്. പ്രിയങ്ക ഗാന്ധി അത്രത്തോളം റെസ്പെക്ടോടെയും ബഹുമാനത്തോടെയുമാണ് അമിത്ഷായെ കണ്ടത്. പക്ഷേ അതിനൊരു എന്താ പറയാ, അതിനൊരു നടപടി ഉണ്ടായില്ല, റിസൾട്ട് ഉണ്ടായില്ല. അമിത്ഷാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പ്രിയങ്ക ഗാന്ധിയെ അവഗണിച്ചതിന് തുല്യമാണ് ഇപ്പോൾ നടക്കുന്നത്. സോ എന്തായാലും വയനാട് കാര്യത്തിൽ ഒരു പ്രതിവിധി വരട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. വയനാട് കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയൊക്കെ അത്രയും പോയി സംസാരിച്ചിട്ടും ഒരു നടപടി ആവാത്തൊരു സാഹചര്യം, അത് നല്ലതല്ലത്. അവരത്രത്തോളം പ്രതിപക്ഷ ഭരണപക്ഷം ഒന്നും നോക്കാണ്ട് ഒരു നല്ലൊരു തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് അവർ പോയത്. പക്ഷെ അമിത്ഷാ അടക്കമുള്ള കേന്ദ്ര സർക്കാർ ഇപ്പോഴും വയനാടിനോട് കാണിക്കുന്ന ഈ അവഗണന ശരിയല്ല. അതുകൊണ്ട് വയനാടിന് എത്രയും പെട്ടെന്ന് ഒരു നീതി നടപ്പാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഗാസയിൽ 48 മരണം. മവാസിയിലെ അഭയാർത്ഥി കേന്ദ്രം തകർത്ത് ഇസ്രായേൽ. സോ അഭയാർത്ഥി കേന്ദ്രങ്ങളെ പോലും വെറുതെ വിടുന്നില്ല ഇസ്രായേൽ എന്നുള്ള വാർത്തയാണ് കിട്ടുന്നത്. ഇതോടുകൂടി ഗാസയിലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 44,580 മാറിയിരിക്കുകയാണ്. 1,05,740 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. സോ നെതന്യാഹു നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. നെതന്യാഹു യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഭയാർത്ഥി കേന്ദ്രങ്ങളായിക്കോട്ടെ, വിദ്യാലയങ്ങളായിക്കോട്ടെ, കൊച്ചുകുട്ടികൾ വലിയ ആളുകൾ എന്നുള്ള വലിപ്പച്ചെറുപ്പില്ലാതെയാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ടും ലോകത്തിന് നല്ലതല്ല. യുദ്ധത്തിലേക്കൊക്കെ തെന്നിമാറി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് ഇസ്രായേല് ഈ പോകുന്നത് ഒരുമാതിരി കളി കളിച്ചോണ്ടിരിക്കുന്നത് ഇസ്രായേല്. കാരണം ഇസ്രായേലും പലസ്തീനൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു തന്നെ അതിനെ കുറിച്ച്. അപ്പൊ ഗാസയിലൊക്കെ ഭയങ്കരമായ പ്രശ്നം അരങ്ങേറിക്കൊണ്ടിരിക്കുക. ഇസ്രായേൽ നിർത്തുന്നില്ല. അത് അവരുടെ ഒരു വംശം, കുലം, സ്ഥലം ഇതെല്ലാം ബേസ് ചെയ്തിട്ടുള്ള പോരാട്ടങ്ങളാണ് നടക്കുന്നത്. ഇത് ഞങ്ങളുടെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെയാണ് എന്നുള്ള പോരാട്ടങ്ങൾ, നിലനിൽപ്പിന്റെ പോരാട്ടമാണ് പലസ്തീൻ ജനത നടത്തുന്നത്. പക്ഷെ അധിനിവേശത്തിന്റെ പോരാട്ടമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന് പറയേണ്ടി വരും. ഇതിനിടയിൽ ഇന്ത്യ ഇസ്രായേലിനൊപ്പം അല്ല, പലസ്തീന്റെ വികാരത്തിനൊപ്പമാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നരേന്ദ്രമോദി വ്യക്തമാക്കി ഇസ്രായേലിനൊപ്പമല്ല പലസ്തീനൊപ്പമാണ് ഇന്ത്യയുടെ നിലപാടെന്നുള്ളത്. കാരണം അത്രത്തോളം പേരെ കൊന്നെടുക്കുന്ന ഇസ്രായേലിനൊപ്പം നിൽക്കാനായിട്ട് സമാധാനം ആഗ്രഹിക്കുന്ന ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കാം. ഇസ്രായേലിലെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. അതുപോലെ സിറിയയിലെ പോരാട്ടത്തിൽ ഹമയും വിമതർ പിടിച്ചെടുത്തു. ഇപ്പൊ വിമതർ സിറിയയിലെ പല പല പ്രദേശങ്ങളും പിടിച്ചെടുക്കുന്നുണ്ട്. ഇസ്ലാമിസ്റ്റ് തീവ്ര ഗ്രൂപ്പുകൾ, തീവ്രവാദ ഗ്രൂപ്പ് വന്നിട്ട് സിറിയയിലെ പല സ്ഥലങ്ങളും പിടിച്ചെടുക്കുന്നുണ്ട്. റഷ്യ അവിടെ നിന്ന് സൈനികരെയൊക്കെ പിൻവലിച്ച് ഒരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. ആ പിൻവലിച്ച് തന്നെ കുറച്ചും കൂടി ശക്തമായിട്ട് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ ജനറലിനെയൊക്കെ മാറ്റിയിരുന്നു. അതുകൊണ്ട് റഷ്യയുടെ അധീനതയിലുള്ള സ്ഥലങ്ങൾ പോലും സിറിയയിൽ ചില തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ കൈയടക്കിയിട്ടുണ്ട്. അപ്പൊ പുടിൻ അതിനെതിരെ നീങ്ങാൻ പോവുകയാണെന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇതോടൊപ്പം. ഇനി നമുക്ക് സ്പോർട്സ് പേജിലേക്ക് പോകാം. ഒരു വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സ്പോർട്സ് പേജിലേക്ക് നമുക്ക് പോവാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞല്ലോ അല്ലേ? ഇത് വേണ്ട, അല്ല നമുക്കത് ഫീച്ചറായിട്ട് ചെയ്യാം. ഓക്കെ, സ്പോർട്സ് പേജിലേക്ക് പോകാം. 20 ഓവറിൽ 349 റൺസ് ബറോഡ റെക്കോർഡിട്ടിരിക്കുകയാണ്. അപ്പൊ കായിക വാർത്തയിലെ പ്രധാനപ്പെട്ട വാർത്തയിലെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ബറോഡയുടെ കൂറ്റനടിയാണ്. 20 ഓവർ 120 പന്തിലാണ് 349 റൺസ് ബറോഡ അടിച്ചിരിക്കുന്നത്. 2020 ലോക റെക്കോർഡാ. ഇത്രയും റൺസ് അടിച്ചിട്ടില്ല ഇതുവരെ. അതൊരു ലോക റെക്കോർഡാ. 2020 ക്രിക്കറ്റിലെ ഉയർന്ന ടീം സ്കോറുമായി ബറോഡ. അതിവേഗ ഇന്ത്യൻ സെഞ്ചുറിയുമായി അഭിഷേക് ശർമ്മയും. അഭിഷേക് ശർമ്മ 28 പന്തിൽ സെഞ്ചുറി അടിച്ചു. വെറും 28 പഞ്ചിൽ അഭിഷേക് ശർമ്മ സെഞ്ചുറി അടിച്ചു. അതുപോലെ തന്നെ മുഷ്താഖ് അലി ട്രോഫിയിൽ വേറൊരു റെക്കോർഡ് വരുന്നത് ബറോഡയുടെ 349 റൺസാണ്. ഇപ്പോൾ സിക്കിമിനെതിരായ മത്സരത്തിലാണ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 349 റൺസ് ബറോഡ നേടിയത്. T20 ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറാണിത്.
120 പന്തിൽ 18 ഫോറും 37 സിക്സും അടങ്ങുന്നതായിരുന്നു ബറോഡയുടെ ഇന്നിങ്സ്. ഈ വർഷം ഗാംബിയക്കെതിരെ 344 റൺസ് നേടിയ സിംബാബ്വേയുടെ റെക്കോർഡാണ് ഇന്നലെ ബറോഡ തകർത്തത്. അപ്പൊ ഇന്ത്യക്കാരൻ ആ റെക്കോർഡ് തകർത്തിരിക്കുകയാണ്. സിംബാബ്വെ 344 അടിച്ചിരുന്നു. ആ 344നെ 349 എന്നുള്ള സ്കോറുമായിട്ട് വെട്ടിച്ചിരിക്കുകയാണ് ബറോഡ ടീം. സോ ഒരു T20 ഇന്നിംഗ്സിൽ കൂടുതൽ സിക്സറുകൾ എന്ന റെക്കോർഡും ബറോഡയുടെ പേരിലായിട്ടുണ്ട്. ബാനു പുനിയയുടെ മിന്നൽ സെഞ്ചുറി 51 പന്തിൽ 134 നോട്ട് ഔട്ട്. അഭിമന്യു സിംഗ് 17 പന്തിൽ 53. അതുപോലെ വിഷ്ണു സോളങ്കി 16 പന്തിൽ 50 എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളുമാണ് ബറോഡയെ റെക്കോർഡ് സ്കോറിൽ എത്തിച്ചിരിക്കുന്നത്. ഹാഫ് സെഞ്ചുറി വരെ എടുത്തിട്ടുണ്ട്. അതെ, ഹാഫ് സെഞ്ചുറി എടുത്തിട്ടുണ്ട്. പിന്നെ അതും നിസ്സാര പന്തില് 13-16 പന്തിലൊക്കെയാണ്. ഒരാൾ സെഞ്ചുറി 53 പന്തിൽ നിന്ന് 51 പന്തിൽ 134 നോട്ട് ഔട്ട്. ഇപ്പുറത്ത് അഭിഷേക് ശർമ്മ, നമ്മുടെ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമായിട്ടുള്ള അഭിഷേക് ശർമ്മ വെറും 28 ബോളിൽ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. 28 ബോളിൽ സെഞ്ചുറി അടിച്ച് അഭിഷേക് ശർമ്മ പുതിയൊരു ചരിത്രം നേടിയിരിക്കുകയാണ്. ഗുജറാത്തിന്റെ ഉർവിൽ പട്ടേൽ കുറിച്ച റെക്കോർഡിന് ഒപ്പമെത്തി. ഇന്ത്യക്കാർക്കാണ് എല്ലാ റെക്കോർഡും. അപ്പൊ അഭിഷേക് ശർമ്മയും ബറോഡയൊക്കെ തകർത്തടിച്ച ദിവസമാണ് കഴിഞ്ഞു പോയത്. എന്തായാലും ഗുരു രമാകാന്ത് അച്ചരേക്കറുടെ അനുസ്മരണ ചടങ്ങിൽ ശിഷ്യരുടെ സമാഗമം. ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കറും വിനോദ് കാംബ്ലിയും കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ച് വളർന്നവരാ. അപ്പൊ അവർ വീണ്ടും അവരുടെ ഒരു ഗുരുവായിട്ടുള്ള കോച്ചായിട്ടുള്ള രമാകാന്ത് അച്ചരേക്കറുടെ അനുസ്മരണ ചടങ്ങിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടി. ഹൃദയഹാരിയായിട്ടുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. 16-ാം വയസ്സിൽ പാകിസ്ഥാൻ പരമ്പരയിലെ മികച്ച പ്രകടനത്തോടെ സച്ചിനും 2 വർഷത്തിന് ശേഷം തുടരെ 2 ടെസ്റ്റ് സെഞ്ചുറികളോടെ കാംബ്ലി പേരെടുത്തിരുന്ന ചരിത്രമൊക്കെ പറയുന്നുണ്ട് റിപ്പോർട്ടിൽ. ആരാധകരിൽ അമ്പരപ്പും നൊമ്പരവും നിറച്ച് സ്കൂൾ മുതൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വരെ കളിക്കൂട്ടുകാരായിരുന്ന സച്ചിൻ ടെണ്ടുൽക്കറും വിനോദ് കാംബ്ലിയും കണ്ടുമുട്ടി. അപ്പൊ ആ വാർത്ത വളരെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. സച്ചിൻ 200 ടെസ്റ്റുകളും 461 ഏകദിനങ്ങളും കളിച്ചപ്പോൾ കാംബ്ലിക്ക് കളിക്കാനായത് 17 ടെസ്റ്റുകളും 100 ഏകദിനങ്ങളും മാത്രമാണ്. സച്ചിനെ വെച്ച് നോക്കുമ്പോൾ കാംബ്ലി വളരെ നല്ല രീതിയിൽ തഴയപ്പെട്ടു. അതും ഒരു നോവാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ. ഒരുമിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാരിൽ ഒരാള് എല്ലാവിധ ആനുകൂല്യങ്ങളും എല്ലാവിധ പ്രോത്സാഹനങ്ങളും കിട്ടി മുന്നോട്ട് പോയപ്പോൾ കഴിവുണ്ടായിട്ടും തഴയപ്പെട്ടു പോയ വിനോദ് കാംബ്ലിയുടെ ചരിത്രവും പരാമർശിക്കപ്പെടേണ്ടതാണ്. ഒരു സിനിമ ആവാനുള്ള ചരിത്രമുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പൊ ആ 2 സുഹൃത്തുക്കൾ വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഗുരുനാഥനായിട്ടുള്ള അദ്ദേഹത്തിന്റെ അനുസ്മരണ ചടങ്ങിൽ വെച്ച് കാണുന്ന ആ ദൃശ്യം സന്തോഷിച്ചും ഉള്ളിലിത്തിരി നോവോടെയുമാണ് ക്രിക്കറ്റ് ആരാധകരടക്കം നോക്കി കാണുന്നത്. അങ്ങനെ പിന്നെ അസുഖങ്ങളും വിടാതെ പിടികൂടിയതോടെ ഇപ്പോ കാംബ്ലി കുറച്ച് കഷ്ടപ്പാടിലാണ്. സച്ചിൻ ഉൾപ്പെടെയുള്ളവർ കാംബ്ലിക്ക് സഹായമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് കാംബ്ലിയും കടന്നു പോകുന്നത്. നമ്മളൊരു സിനിമയ്ക്കുള്ള ലൈഫുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പത്രവാർത്താസ് ഞങ്ങൾ ആ ഒരു വാർത്തയോടുകൂടി വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ സൂര്യക്ക് എന്താ പറയാനുള്ളത്? നല്ലതായിരുന്നു. അതെ, നല്ലതായിരുന്നു. കുറച്ചൊക്കെ മൗനത്തിലായിരുന്നെങ്കിലും ഇനിയുള്ള ദിവസങ്ങൾ സൂര്യൻ വായിച്ചാവുന്നതായിരിക്കും അല്ലേ? സൂര്യ വ്യക്തമായ പത്രമൊക്കെ വായിച്ച എല്ലാവരിലും പത്രവായന എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ പരിപാടി. ഞങ്ങളും എല്ലാവരും തികഞ്ഞ ആൾക്കാരൊന്നുമല്ല, പത്രം വായിച്ച് വളരുന്നവരാണ് ഇപ്പോഴും. അപ്പൊ പത്രവായന കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, ആ ഒരു സംസ്കാരത്തെ വിടാതെ പിടിക്കുക ഇന്നത്തെ കാലത്ത് എന്നുള്ള ചിന്തയിൽ നിന്നാണ് പത്രവാർത്താസ് എന്നുള്ള പ്രോഗ്രാം ജനിക്കുന്നത്. ഇതുപോലുള്ള രീതിയിൽ എല്ലാ ദിവസവും ആ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ ഇപ്പൊ പറഞ്ഞതിൽ തന്നെ എന്തെങ്കിലും ഒക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അറിയുന്നവർ അതൊക്കെ ക്ഷമിക്കുക. അതുകൊണ്ട് ക്ഷമിക്കുക അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇനിയും ബെറ്റർ ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സൂര്യ, അക്ഷയ്, ടാറ്റ.